السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا، ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അതുപോലെ KMA ആദരണീയരായ ഭാരവാഹികളെ, അല്ലാഹു നമ്മളുടെ സംരംഭങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോൾ കൂടുതലായി ആമുഖങ്ങളൊന്നുമില്ലാതെ ക്ലാസ്സിലേക്ക് കടക്കാണ്. ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് കരുതുന്നത്. വബില്ലാഹി തൗഫീഖ് ഇൻഷാ അല്ലാഹ്. കുറേ ഭാഗങ്ങളുണ്ട്. അബ്ബാസിയ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവിശാലമായ ഒരു കാലഘട്ടമാണ്, നമുക്കറിയാലോ. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് പോയട്രി മാത്രം വളരെ കുറഞ്ഞ ഭാഗങ്ങളെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളിന്ന് കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തീർക്കണം എന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൂർണ്ണമായും ഇവിടെ വേണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അബ്ദുറഹ്മാൻ അദ്ദാഖില് പിന്നെ ഡമസ്കസിൽ നിന്ന് പോയി സ്പെയിനിൽ ഉമവി ഭരണകൂടത്തിന് ശിലയിട്ടു. അതിന്റെ അസ്ഥിവാരമിട്ട സമയത്ത് അദ്ദേഹം എപ്പോഴും സങ്കടത്തോടു കൂടി പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഡമസ്കസിനെ വിട്ടു പോരേണ്ടി വരുന്ന സമയത്ത് അതിന്റെ അതിർത്തിയിൽ വെച്ച് വളരെ നിരാശരായിക്കൊണ്ട് സങ്കടത്തോടു കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ഡമസ്കസിന്റെ ഓർമ്മകളെ എപ്പോഴും കൂടെ കൂട്ടാൻ വേണ്ടി അവിടെ നിന്നൊരു ഈന്തപ്പന കൊണ്ടുവന്ന് അവിടെ സ്പെയിനിൽ നട്ടു വളർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടെ പാടുമായിരുന്നത് എന്റെ ശരീരം ഇവിടെയാണെങ്കിൽ എന്റെ മനസ്സ് ഡമസ്കസിലാണ് എന്നുള്ള. അപ്പൊ നമ്മൾ പലയിടങ്ങളിലാണ് എങ്കിൽ പോലും നമ്മുടെ മനസ്സ് എപ്പോഴും ഇവിടെ ഇരിക്കണം. ക്ലാസ് കഴിയുന്നവരെ അബ്ബാസിയ കാലഘട്ടത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പോകാൻ കഴിയണം. വബില്ലാഹി തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അത് മാത്രം ഓർമ്മിപ്പിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാണ്. ഓക്കെ, ആദ്യം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഓർമ്മ വേണ്ട എന്തെങ്കിലുമൊക്കെ. ഇൻഷാ അല്ലാഹ്. സോറി, മുഅസ്സിസ് ദൗലത്തുൽ അബ്ബാസിയ. പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പറയണേ. ഞാൻ ഒന്ന് സ്പീഡാക്കും, നിങ്ങൾ ക്വസ്റ്റ്യൻസും ഓർമ്മയിൽ ഉണ്ടായാൽ മതി കേട്ടോ. അബ്ദുൽ അബ്ബാസ് സഫാഹ് ആണ് ഇതിന്റെ സ്ഥാപകൻ അല്ലേ? ഓക്കെ, അസ്മത്തുൽ ഖിലാഫത്ത് ഫിൽ അസ്റുൽ അബ്ബാസി. നമുക്കറിയാം ബഗ്ദാദാണ്. ആ പേര് വന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോയതാണ്. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊക്കെ അല്ലേ? അതബൽ അറബിയാണ്. كان للثقافات الأجنبية التالية أثر واضح في الثقافات العربية في العصر العباسي ما عدا الهندية، التركية، اليونانية، الفارسية. തുർക്കിയാണ് കേട്ടോ. മറ്റെല്ലാ സംസ്കാരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, സ്വാധീനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ത്യൻ, ഗ്രീക്ക്, പേർഷ്യൻ സംസ്കാരങ്ങളൊക്കെ അബ്ബാസിയ കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കഴിയും. ഓക്കെ, നമ്മൾ അദബൽ അറബി ഫിൽ അസ്റുൽ അബ്ബാസിയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഹിജ്റ 132 മുതൽ 686 ഹിജ്റ വരെയാണ് അബ്ബാസിയ കാലഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു AD 750 to 1258 വരെയുള്ളതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ ഷിഅർ നമ്മൾ ചർച്ച ചെയ്തു. നസർ ലുഗ സിഹാൽ സിത്തായിമത്തുൽ അർബ തഫ്സീർ ദബാ അഹ്മദ് മസാദിർ എന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. الخيل والليل والبيداء تعرفني والسيف والرمح والقرطاس والقلم. ഇതാരുടെ വരിയാണ്? സുഹൈർ ഇബ്നു അബി സുൽമ അൽ-മുസ്നി, അബുൽ അലാ അൽ-മഅദി, മുത്തനബി, അഹ്മദ് ഷൗഖി. മുത്തനബിയുടെ വരിയാണ് അല്ലേ? ഷാഇറുൻ ഖുതില ബിശിഅരിഹി എന്ന് പറയുന്ന ആൾ കൂടിയാണ് മുത്തനബി. ആ വരി കൂടിയാണ് ഇത് അല്ലേ? الخيل والليل والبيداء تعرفني والسيف والرمح والقرطاس والقلم എന്നുള്ളത്. തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. മുത്തനബി ഷാഇറുൻ നഖായിൽ, അബ്ദുൽ താഹിയ ഷാഇറുൽ സുഹദ്, അബുൽ ഖാസിം ഷാബി ഷാഇറുൽ ഖളറാ, അബുൽ അലാ അൽ മഅദി ഷാഇറുൽ മുതശാഇം. ആരുടെയൊക്കെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്, അത് ആവശ്യമില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണേ.
മുത്തനബി ഷായറിന് കാലിൽ നിന്ന് തെറ്റല്ലേ. من هو صاحب اللزوميات المسعودي الطبري البارودي المعدي. മരിയുടേതാണല്ലേ ലുസൂമിയാത്ത്, അല്ലെങ്കിൽ അൽ ലുസൂമു മലാ യൽസുമു എന്ന് പറയും. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. ഇതാരുടെ വരിയാണ്? അഹ്മദ് ഷൗഖി, ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ഇബ്നു സുഹൈർ, മുഹമ്മദ് ഇബ്നു സഅദ്. മാബൂസൂരിയുടെ അല്ലെ, മുഹമ്മദ് ബിൻ സഅദിൻ്റെതാണ്. ഓക്കെ, അൻ നസ്റു ഫിൽ അസ്റിൽ അബ്ബാസിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നസ്ർ എന്ന് പറയുന്നത് നമുക്കറിയാം ഗദ്യം പദ്യം അറബ് സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഷിഅർ എന്ന് പറയുന്നത്. പിന്നീട് ഇസ്ലാമിക കാലഘട്ടം കഴിഞ്ഞ് ഉമവി അബ്ബാസി കാലഘട്ടങ്ങളാകുമ്പോഴേക്കാണ് നസ്റിന് എന്തായത് കുറെ കൂടി പ്രാധാന്യം വന്നത്. നിങ്ങൾ ഉമവി ലിറ്ററേച്ചർ ചർച്ച ചെയ്ത് പോയതാണ്, അതിൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബിന്റെ എഴുത്തുകളും ഇന്നത്തെ പ്രഭാഷണങ്ങളൊക്കെ എന്താണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമായിരുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അബ്ബാസിയ നസറിലേക്ക് വരുമ്പോൾ കുറെ കൂടി എന്തായി വിവിധ സാംസ്കാരിക സമന്വയങ്ങളിൽ ഒത്തുചേരുകയും വിവിധ ഭാഷകളിൽ നിന്നുള്ള സാഹിത്യം വികാസം പ്രാപിച്ച ഒരു ഘട്ടം കൂടിയാണ് ഇത് അബ്ബാസിയ ഗദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യമായി ചർച്ച ചെയ്യുന്നത് അൽ അഇമ്മത്തുൽ അർബ ആണ്. അഇമ്മത്തുൽ അർബ എന്ന് പറഞ്ഞത് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ നാലാളുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവുക എന്നുള്ളൂ എക്സാം കോണ്ടെക്സ്റ്റിൽ. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹിജ്റ 80 മുതൽ 150 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഹിജ്റ 80 മുതൽ 150 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ബിൻ സാബിത്ത് എന്നാണ് പേര്. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ബിൻ സാബിത്ത് അവ്വലുൽ അഇമ്മത്തുൽ അർബഅ ഇൻദ അഹ്ലി സുന്ന വൽ ജമാഅ. നാല് ഇമാമികൾ ഏറ്റവും ആദ്യത്തെ ആളാരാണ്? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. മിൻ മുഅല്ലഫാത്തിഹി അൽ ഫിഖ്ഹുൽ അക്ബർ. അദ്ദേഹത്തിന്റെ രചനയാണ് ഇത് ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്നത്. അൽ ഫിഖ്ഹുൽ അക്ബർ എന്നാണ്. ഓക്കെ, അപ്പൊ നുഅ്മാൻ ബിൻ സാബിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അബൂ ഹനീഫ എന്ന പേരിലാണ് പ്രശസ്തനായത്. അദ്ദേഹത്തിന്റെ രചനയാണ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്നത്. ഹിജ്റ 80 ജനിച്ച് 150 അദ്ദേഹം എന്താവുന്നത് മരണപ്പെടുന്നത്. ഓക്കെ അല്ലെ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കേണ്ട. ഫിഖ്ഹുൽ അക്ബർ എന്നുള്ളത് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനയാണ് എന്ന് ഓർത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു, ഇമാം ദാറുൽ ഹുജ്റ എന്നൊക്കെ പേരിൽ വിഖ്യാതനായ കണ്ടെടുക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ആരുടേതാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഹിജ്റ 93 ജനിച്ച് 179 ആര് മരണപ്പെടുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത് എന്നുള്ളതാണ്. അബു അബ്ദില്ല മാലിക് ബിൻ അനസ് ബിൻ മാലിക് എന്ന്. അബു അബ്ദില്ല മാലിക് ബിൻ അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വസാനി മിൻ അഇമ്മത്തുൽ അർബഅ ലുഖിബ ബി ഇമാം ദാറുൽ ഹിജ്റ. ഇമാം ദാറുൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിന്റെ ലഖബ്. അദ്ദേഹം എന്തായിരുന്നു? മദീനയിലായിരുന്നു ദർസ് നടത്തിയിരുന്നത്. എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇമാമു ദാറുൽ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കുന്നത്. ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അല്ലെ. അദ്ദേഹത്തിന് മദീന വിട്ടു പോകാൻ ഭയമായിരുന്നു എന്നും, കാരണം മദീനക്ക് പുറത്ത് മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. അങ്ങനെ വലിയ സങ്കടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അറിയുന്ന കഥകളായിരിക്കും. അങ്ങനെ വിട്ടുപോകാണ്. ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് സർ ഒന്ന് ഓൾ മ്യൂട്ട് വീഡിയോ ഓഫ് ഒന്ന് കൊടുത്തേക്കോ? ഓൾ മ്യൂട്ട് കൊടുക്കണം. കാരണം ഒരുപാട് പേരുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ലഖബ് ബി ഇമാമി ദാറുൽ ഹിജ്റ, ഇമാം ദാറുൽ ഹിജ്റ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ രചനയാണ് കിതാബു അൽ മുവത്ത എന്ന് പറയുന്നത്. അവ്വൽ കിതാബുൻ ദുവ്വിന ഫി ഹദീസ് ഷരീഫ്, കണ്ടെടുക്കപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം കൂടിയാണ് ഇത് മുവത്ത എന്ന് പറയുന്നത്. ധാരാളം ഷറഹുകൾ ഇതിനെന്തായിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്തോ അറബ് ലിറ്ററേച്ചറൊക്കെ ചർച്ച ചെയ്ത് പോയതാണ്. അതിൽ തന്നെ പിന്നെ ഷാഹുൽ ദൈലവിക്ക് മുസഫൈ മുസവ്വ എന്നൊക്കെ പറയുന്ന 2 ഷറ അറബി ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും ഒക്കെ ആയിട്ട് ഷറഹ് എഴുതിയിട്ടുണ്ട്. ധാരാളം ഈ ഒരു ഗ്രന്ഥത്തെ ഉപജീവിച്ച് മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ എന്തായിട്ടുണ്ട് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് പ്രധാനമായി ഓർത്തു വെക്കേണ്ടത്. ഓക്കെ,
അബു അബ്ദുല്ലാഹി മാലിക് ബിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ് പേര്. യുഖ്ബ ബി ഇമാമി ദാറുൽ ഹിജ്റ എന്നുള്ളതാണ്. ഈ ഇമാമ ദാറുൽ ഹിജ്റ എന്ന് പറയുമ്പോൾ ഷാഫി ഇമാം ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ഷാഫി ഇമാം പിന്നെ മാലിക് എന്താണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന സംഭവം പറയുന്നുണ്ട്. അവിടുന്ന് പഠിക്കാൻ വേണ്ടി പോയി അവിടുത്തെ ദർസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു വൈകുന്നേരം സമയത്താണ് അവിടെ എത്തുന്നത്. അസ്ര നമസ്കരിച്ചു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു. ഒരു ദിവസം പിറ്റേ ദിവസം അവിടുത്തെ ദർസിൽ രാവിലെ ജോയിൻ ചെയ്യാൻ പോവാണ്. ആ സമയത്താണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ഹദീസ് പറയുമ്പോഴും എന്നിട്ട് എന്താ പറയും, കാല എന്ന് പറഞ്ഞിട്ട് കാല സാഹിബ് ഹാദി എന്താണ് പിന്നെ ഹജിർ എന്ന് പറയും. അതായത് നബിതങ്ങളുടെ ഖബറിന്റെ അടുത്ത് നിന്നിട്ടാണ് എന്താ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഷാഫി ഇമാം ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ. ഇത്രയും അടുത്ത് ദാറുൽ ഹുജറയുടെ അടുത്ത് നിന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എന്തായിരുന്നത് ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു എന്നൊക്കെ വിശദമായ സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. കുറെ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം, മുവത്ത എന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്ത നമ്മൾ പറയുന്നത് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളതാണ്. ഓക്കെ, ഹിജ്റ 150 ജനിച്ച് 204 അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ എന്ന നബിയുടെ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഖുറൈശി പണ്ഡിതൻ എന്താക്കും, ലോകം മുഴുവൻ ജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കും, നിറക്കുമെന്ന് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആലിം ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഈ ഹദീസിന്റെ ഉദ്ദേശം ഇമാമന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ചാണെന്ന് ധാരാളം മുഹദ്ദിസീങ്ങൾ എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഏതായാലും ഹിജ്റ 150 ജനിച്ച് 204 ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നാണ് പേര്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ യൻതഹി നസബുഹു ഇലാ അബ്ദു മനാഫ് ജദ്ദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വല്ലുപ്പയായ അബ്ദു മനാഫിലേക്കാണ് ഇദ്ദേഹത്തിന്റെ വംശാവലി ചെന്നെത്തുന്നത്. ഹഫ്ദൽ ഖുർആൻ അൽ കരീം വഹുവ ബിൻ 7 സിനീൻ. 7 വയസ്സിൽ ഖുർആൻ എന്താവുന്നുണ്ട് ഹൃദിസ്ഥമാക്കി. ഹഫ്ദൽ മുവത്ത വഹുവ ബിൻ 10 സിനീൻ. 10 വയസ്സാകുമ്പോഴേക്കും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്താകുന്നുണ്ട് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്, പൂർണ്ണമായും മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, കാരണം അവ്വലു മൻ സന്നഫൽ കിതാബ് ഫി ഉസൂലിൽ ഫിഖ് ഹുവ കിതാബ് അർ-റിസാല. ഉസൂലുൽ ഫിഖ്ഹിൽ ആദ്യമായി രചന നിർവഹിച്ച ആളാരാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ആ ഗ്രന്ഥത്തിന്റെ പേര് അർ-റിസാല എന്നാണ്. അർ-റിസാല എന്നുള്ളതാണ്. പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അർ-റിസാല എന്നുള്ളതാണ്. ഓക്കെ, മറ്റു പ്രധാനപ്പെട്ട രചനകളാണ് അർ-റിസാല എന്നുള്ളതും കിതാബുൽ ഉമ്മ എന്നുള്ളതുമാണ് വളരെ വിഖ്യാതമായ 2 രചനകൾ ഷാഫി ഇമാമിന്റെ. ഓക്കെ, ഷാഫി ഇമാമിന് അത്രയേറെ പ്രിയമായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എന്നുള്ളതാണ്. കാരണം മുവത്ത ഹദീസ് ക്ലാസ് നടക്കുന്ന സമയത്ത് ഹദീസ് വായിപ്പിച്ചിരുന്ന ആരെ കൊണ്ടായിരുന്നു? ഷാഫി ഇമാമിനെ കുറിച്ചാണ്. കാരണം ഷാഫി ഇമാം ഭയങ്കര ഫസ്വീഹായിരുന്നു. അതുപോലെ തന്നെ വായന വളരെ ആസ്വാദകരമായി കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു വായന കൂടിയായിരുന്നു എന്നുള്ളതാണ്. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും അവസാനം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉണ്ടാക്കാറുണ്ട്, മുവത്ത ഇങ്ങനെ വായിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. വായിപ്പിക്കാറുണ്ട് മീൻസ് ഷാഫി ഇമാം അത് കാണാതെ ഇങ്ങനെ വായിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അത്രയേറെ മനോഹരമായിരുന്നു ആ ശിഷ്യനും ഗുരുനാഥനും തമ്മിലുള്ള ബന്ധം എന്നുകൂടി നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും. ഓക്കെ, ഷാഫി ഇമാം ഓർത്തു വെക്കുക. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നാണ്. ആദ്യമായി ഉസൂലുൽ ഫിഖ്ഹിൽ രചന നടത്തിയതും ഷാഫി ഇമാമാണ്. ആ രചനയുടെ പേര് അർ-റിസാല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് കിതാബുൽ ഉമ്മ എന്നുള്ളത്. കിതാബുൽ ഉമ്മ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഹിജ്റ 164 ജനിച്ച് 241 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ 164 ജനിച്ച് 241 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അബു അബ്ദില്ല അഹ്മദ് ബിൻ മുഹമ്മദ് എന്നാണ് പേര്. അബു അബ്ദില്ല അഹ്മദ് ബിൻ മുഹമ്മദ് എന്നാണ് പേര്. വുലിദ ഫി ബഗ്ദാദ് വതുവഫിയ ഫിഹ. ഖ്യാതമായ ബഗ്ദാദ് പട്ടണത്തിലാണ് ജനനം, അവിടെ തന്നെയാണ് മരണവും എന്ന് കാണാൻ കഴിയും. ഖാവമൽ മുഅ്തസില ഫി മുശ്കിലത്തി ഖൽഖുൽ ഖുർആൻ. ഖൽഖുൽ ഖുർആൻ വിവാദത്തിൽ മുഅ്തസിലക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ച മഹാപണ്ഡിതൻ കൂടിയാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഈ 4 പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ അബു ഹനീഫ ഇമാം ആവട്ടെ, ഇമാം മാലിക് ആവട്ടെ, ഇമാം ഷാഫി ആവട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 4 പേരും ഭരണകൂട നടപടികൾക്ക് വിധേയമായി വലിയ ത്യാഗങ്ങൾ സഹിച്ച പണ്ഡിതന്മാരാണ് എന്ന് കൂടി കാണാൻ കഴിയും. അതിൽ കുറെ കൂടി ബുദ്ധിമുട്ട് അനുഭവിച്ച വലിയ ഒരു പ്രയാസങ്ങൾ നേരിട്ട ഒരു പണ്ഡിതനാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. പ്രത്യേകിച്ച് ഖൽഖുൽ ഖുർആൻ വിവാദത്തിൽ അത്രയേറെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിശാലമായ ചരിത്രം ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക്
കാണാൻ കഴിയും. ഖാവമൽ മുഅ്തസില ഫി മുഷ്കിലത്തി ഖൽഖിൽ ഖുർആൻ. ഓക്കെ, ഈ പ്രധാനമായി ഈ 4 ആളുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. ഈ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു സാധനം കൂടിയാണ്, 4 ആളുകൾക്കും ഒരു പൊതു സവിശേഷത പറഞ്ഞില്ല, ഭരണകൂട ഭീകരതകൾ അനുഭവിച്ചിട്ടുണ്ട് അവര്. 4 ആളുകളുടെയും കാലഘട്ടവും അതുപോലെ തന്നെയാണ്. അതുപോലെ ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളതാണ്. ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഏത് മസ്അല പറയുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? ഷാഫിഈ ഇമാമിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ഇദ്രീസ് ഷാഫിഈക്ക് വേണ്ടി പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പോ ഒരിക്കൽ പുത്രൻ ചോദിക്കേണ്ടായി, ആരാണ് ഇദ്രീസ് ഷാഫിഈ? അങ്ങ് എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ടല്ലോ എന്നുള്ളത്. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയും അവസാനിപ്പിച്ചിട്ടില്ല, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൂടിയല്ലാതെ ഇദ്രീസ് ഷാഫിഈക്ക്, എൻ്റെ ഉസ്താദായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലാതെ ഞാൻ എന്തായിട്ടില്ല, ഞാൻ ഒരു കാര്യവും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയും ഞാൻ എന്തായിട്ടില്ല അങ്ങനെ അല്ലാതെ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അത്രയേറെ ബഹുമാനം ഗുരുനാഥനോട്, അതായത് പുതിയൊരു മദ്ഹബ് തന്നെ ഉണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചു, അപ്പോഴും എത്രയേറെ ആദരവും ബഹുമാനവും അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊന്നും ലഭിക്കാതെ പോയത്, നമ്മൾക്ക് നൽകാതെ പോയതുമാണ് അധ്യാപകരോടുള്ള വിയോജിപ്പുകൾ പോലും എങ്ങനെ മനോഹരമായി പ്രകടിപ്പിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഈ ശിഷ്യനും ഗുരുനാഥനും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ കാണാം. ഓക്കെ, ജസ്റ്റ് 1-2 ചോദ്യങ്ങളാണ്. അവൽ മിൻ അഇമ്മത്തിൽ അർബഅ അബൂ ഹനീഫ, മാലിക് ബിൻ അനസ്, ഷാഫിഈ, അഹ്മദ് ബിൻ ഹംബൽ. കേട്ടിരുന്ന ചോദ്യമാണ്. അബൂ ഹനീഫ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അൽ ഇമാം الثاني من الأئمة الأربعة ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. من الملقب بإمام دار الهجرة؟ അനസ് ബിൻ മാലിക്, മാലിക് ബിൻ അനസ്, അഹ്മദ് ബിൻ ഹംബൽ, അബൂ ഹനീഫത്ത് അൽ കൂഫി. അതുപോലെ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് നമ്മൾ പറഞ്ഞ ഷാഫി ഇമാം എന്ന്. ഷാഫി ഇമാം പുതിയ മദ്ഹബ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും എങ്ങനെയായിരുന്നു ഗുരുനാഥനോടുള്ള സമീപനം എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ഓക്കെ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. أخي لن تنال العلم إلا بستة سأنبيك عن مجموعها ببيان. من القائل؟ الإمام الشافعي، علي بن أبي طالب، حسان بن ثابت، زهير بن أبي سلمان المزني. 6 കാര്യങ്ങളുണ്ടായാലേ ജ്ഞാനം നേടാൻ സാധ്യമാവുകയുള്ളൂ, അത് മുഴുവനും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് അവരിന്റെ അർത്ഥം. ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തൻ. ആരാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കവിതയാണ് കേട്ടോ. ഷാഫി ഇമാം വളരെ മനോഹരമായി കവിത പാടിയ ആൾ കൂടിയാണ് അല്ലെ. ധാരാളം വളരെ സിമ്പിളായ ഭാഷയിലാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഒറ്റ കവിത നിങ്ങൾക്ക് വേണ്ടി പറയാണ്. സഫിർ തജിദ് ഇവളൻ അമ്മൻ തുഫാരിഖുഹു ഫൻസുബ് ഫഇന്ന ലസീദത്തൽ ഐശി ഫിൻ നസബി എന്ന് പറയുന്നുണ്ട്. സാഫിർ, നിങ്ങൾ യാത്ര ചെയ്യണം. തജിദ് ഇവളൻ അമ്മൻ തുഫാരിഖു, നിങ്ങൾ വിട്ടുപിരിഞ്ഞ ആളുകളെക്കാൾ മനോഹരമായ ആളുകളെ നിങ്ങൾ കണ്ടെത്തും. ഫൻസുബ്, നിങ്ങൾ എന്താക്കണം? അധ്വാനിക്കണം. ഫഇന്ന ലസീദത്തൽ ഐശി ഫിൻ നസബി, ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് അധ്വാനത്തിലാണ്. നിരന്തരമായി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും അറബ് ഗോത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ ഭാഷാ വൈവിധ്യങ്ങൾ സ്വായത്തമാക്കുന്നതിൽ, സ്വരൂപിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് കാണാൻ കഴിയും. അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഇത്രയാണ് ഇമാമുൽ അഇമ്മത്തുൽ അർബഅയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ പറയും സിഹാഹു സുത്തയെ കുറിച്ചാണ്. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. സിഹാഹു സുത്ത നമുക്കറിയാം. സിഹാഹു സുത്ത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സഹീഹുൽ കുതുബ് അൽ ഹദീസ് അല്ലതി ജമഅത് ബഅദ 200 ആം ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 6 ഗ്രന്ഥങ്ങളെയാണ് സിഹാഹു സുത്ത എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അത് വരുന്നതൊക്കെയാണെന്ന് അൽ ജാമിഉ അൽ മുസ്നദ് സ്വഹീഹ്, ഇമാം ബുഖാരിയുടെ അൽ ജാമിഉ അൽ മുസ്നദ് സ്വഹീഹ് എന്ന് പറയുന്നത്. സഹൽ കിതാബ് ബഅദൽ ഖുർആൻ എന്ന് പണ്ഡിത ലോകം വിശേഷണം ചാർത്തിയ ഗ്രന്ഥം കൂടിയാണ് സ്വഹീഹ് അൽ ബുഖാരി. അതുപോലെ സ്വഹീഹ് മുസ്ലിം ഉണ്ട്, മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി, സുനൻ നസായി, സുനൻ അബി ദാവൂദ്, ജാമിഉ തുർമുദി, സുനനു അബി മാജ. ഇതാണ് വളരെ പ്രബലമായ 6 ഗ്രന്ഥങ്ങൾ. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ആളുകൾ കൂടിയുണ്ട്. അതായത് ഇതല്ലാതെ 1-2 കിതാബുകൾ ഇതിന് ആഡ് ചെയ്ത് സുനൻ അബി മാജ, പിന്നെ സുനൻ അബൂ ദാവൂദിനൊക്കെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത ആളുകൾ കൂടിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സിഹാഹു സുത്തയിൽ വരുന്നത് ഈ ഗ്രന്ഥങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ,
ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹിജ്റ 194 ജനിച്ച് 256 ഹിജ്റയിലാണ് ഇമാം അൽ ബുഖാരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ് പേര്. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ് പേര്. വലുദ ബി ബുഖാറ മിൻ ഉസ്ബെക്കിസ്ഥാൻ, പഴയ USSRന്റെ റഷ്യയുടെ ഭാഗമായിരുന്ന അല്ലെ ഉസ്ബെക്കിസ്ഥാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബുഖാറ എന്ന് പറയുന്നത്, ബുഖാറയും സമർക്കന്തും ഒക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒളിമങ്ങാത്ത അധ്യായങ്ങളാണ് എന്നുള്ളതാണ്. ഇന്നത് ചരിത്രത്തിന്റെ ഇന്നലകളിലെ ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവിടെയാണ് പിന്നെ എന്താ പറയാ, പഴയ USSR മുസ്ലിം ലോകത്തോട് ചെയ്ത അനീതികളെ കുറിച്ച് ധാരാളം ആളുകൾ എന്തായിട്ടുണ്ട് പിൽക്കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഏതായാലും അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അറബ് ലോകത്ത് നിന്ന് ആരംഭിച്ച ഒരു നാഗരിക ചരിത്രം, ഇസ്ലാമിക ചരിത്രം, അത് വിവിധ നാടുകളിലേക്ക് കടന്നുപോയി, വിവിധ ദേശങ്ങളിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് സഞ്ചരിച്ച് അതിന്റെ ഏറ്റവും പ്രമാണബദ്ധമായ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി ശേഖരിക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കാൻ ഒരു പണ്ഡിതൻ വരുന്നത് അങ്ങ് റഷ്യയിൽ നിന്ന്, അല്ലെ, മറ്റൊരു അറ്റത്ത് നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ സൗന്ദര്യം എത്രമേൽ മനോഹരമാണ് എന്ന് നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അതായത് ബുഖാറയിൽ നിന്നാണ് ആ നക്ഷത്രം ഉദയം ചെയ്തത്. ഹിജ്റ 194 എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കിതാബിന്റെ പേരെന്താണ്? അൽ ജാമി അസ്വഹീഹ് അസഹു കിതാബിൻ ബഅദ സഹു കുതുബിൻ ബഅദ കിതാബില്ലാഹി എന്ന് പറയാം. അള്ളാഹുവിന്റെ ഖുർആനു ശേഷം ഏറ്റവും അസഹായ കിതാബ് എന്ന് പണ്ഡിത ലോകം വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. നീണ്ട 16 വർഷത്തെ ശ്രമഫലമായിട്ടാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ഓരോ ഈ ഗ്രന്ഥം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇതിലിപ്പോ 4000-ൽ പരം ഹദീസുകളാണുള്ളത്. അതിലല്ലാതെ ധാരാളം ഹദീസുകൾ ശേഖരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട അത്രയും സിഖത്തുള്ള ഹദീസുകൾ മാത്രമാണ് ഇതിൽ എന്തായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഹദീസുകളൊക്കെ അദബുൽ മുഫ്രദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഓരോ ഹദീസ് സ്വീകരിക്കുന്ന സമയത്തും ഇത്രയേറെ സൂക്ഷ്മത എന്തായിട്ടുണ്ട് പുലർത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്ത ഒരു മനുഷ്യന്റെ അരികിലെത്തി എന്ന് പറയുന്നുണ്ട്. ആ മനുഷ്യൻ എന്താവുന്നുണ്ട്, തന്റെ ആടിന് ഭക്ഷണം കൊടുക്കുന്ന സംഭവം, എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ആടിന് ഇല നീട്ടി, എന്നിട്ട് എന്താക്കി, ഒന്ന് പിൻവലിച്ചു, ഒന്ന് കളിപ്പിച്ചു. അത് കണ്ടപ്പോൾ എന്തായി, അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാതെ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി അത്രയേറെ സൂക്ഷ്മത ഇവരെന്തായിട്ടുണ്ട് പുലർത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഹദീസും ബിദൂന തക്രാർ, ആവർത്തനമില്ലാതെ തന്നെ 4000-ലധികം ഹദീസുകളുണ്ട്. ആവർത്തനത്തോടുകൂടി 7000 സംതിങ് ഹദീസുകളാണ് അതിൽ പറയുന്നത്. പിന്നെ അബ്റസി തലാമീദിഹി, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തനായ വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ടതാണ് ഒന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തുർമുദി ഇമാം, നസായി ഇമാം പോലെയുള്ള ആളുകൾ എന്ന് കാണാൻ കഴിയും. മിൻ മുഅല്ലഫാത്തിഹി, മറ്റു രചനകളാണ് അൽ ജാമി അസ്സഗീർ, അൽ അദബുൽ മുഫ്രദ്. പറഞ്ഞല്ലേ മറ്റു സഹീഹാണ് എന്ന് അത്രയേറെ ഉറപ്പുള്ള ഹദീസുകൾ മാത്രമേ എന്തായിട്ടുള്ളൂ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതല്ലാതെ ഹദീസുകൾക്ക് അവതരിപ്പിച്ചാണ് അദബുൽ മുഫ്രദ് എന്ന് പറയുന്നത്. അതുപോലെ കിതാബുൽ ഇലൽ, അതുപോലെ അൽ മുസ്നദുൽ കബീർ, ഇതൊക്കെയാണ് രചനകൾ. ഓക്കെ, അൽ ജാമി സഗീർ, അദബുൽ മുഫ്രദ്, കിതാബുൽ ഇലൽ, അൽ മുസ്നദുൽ കബീർ, ഇതൊക്കെയാണ് ബുഖാരി ഇമാമിന്റെ രചനകൾ എന്ന് ഓർത്തു വെക്കുക. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് പേര് കേട്ടോ. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് പേര്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. ഹിജ്റ 206-ൽ ജനിച്ച് 261-ലാണ് മരണപ്പെടുന്നത്. ഹിജ്റ 206-ൽ ജനിച്ച് 261 ഹിജ്റയിലാണ് മരണപ്പെടുന്നത്. ഹുവ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൻ-നൈസാബൂരി എന്നുള്ളത്. അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൻ-നൈസാബൂരി എന്നുള്ളതാണ് പേര്. സാഹിബ് കിതാബ് അൽ ജാമി സ്വഹീഹ് അല്ലെങ്കിൽ മുസ്ലിം സ്വഹീഹ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹുവ അസഹു കിതാബിൻ ബാദ കിതാബ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിക്ക് ശേഷം അസഹു കുതുബ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണിത് സ്വഹീഹ് മുസ്ലിം എന്നുള്ളത്. ചില ഇമാമിങ്ങൾ എന്തായിട്ടുണ്ട് സ്വഹീഹ് മുസ്ലിമിനെ ബുഖാരിയേക്കാൾ മുൻഗണന നൽകിയ അപൂർവം ചില പണ്ഡിതന്മാരുമുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് എന്താണ് സ്വഹീഹ് ഖുർആന് പിന്നെ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് എന്താവുന്നത് വരുന്നത് എന്ന് കാണാം. സഹു കിതാബിൻ ബാദ കിതാബി സ്വഹീഹുൽ ബുഖാരി എന്ന് കാണാൻ കഴിയും. മുത്തഫഖുൻ അലൈഹി എന്ന് പറയും, അല്ലെങ്കിൽ റവാഹു ഷെയ്ഖാനി എന്നൊക്കെ പറഞ്ഞാലാണ് ഈ ഹദീസുലത്തി റവാഹുൽ ബുഖാരി മുസ്ലിം രണ്ടുപേരും റിവായത്ത് ചെയ്ത ഹദീസിനാണെന്ന് പറയാ. മുത്തഫഖുൻ അലൈഹി അല്ലെങ്കിൽ ഷെയ്ഖാനി, ഹദീസിലെ ഷെയ്ഖാനി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നു. 3033 ഹദീസുകൾ അദ്ദേഹം എന്തായിട്ടുണ്ട് തന്റെ ജാമിഅ സ്വഹീഹ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൻ-നൈസാബൂരി എന്നാണ് പേര്. അബുൽ ഹുസൈൻ
മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൻ-നൈസാബൂരി എന്നാണ് പേര്. ഓർത്തു വെക്കുക. അൽ ജാമിഅ അസ്-സ്വഹീഹ്. ഇനി നമ്മൾ പറയുന്ന ഇമാം തുർമുദിയെ കുറിച്ചാണ്. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 209 ജനിച്ച് ഹിജ്റ 279 മരണപ്പെടുന്നത്. ഹിജ്റ 209 ജനിച്ച് ഹിജ്റ 279 ജനിച്ചിട്ടുള്ളത്. അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തുർമുദി എന്നാണ് പേര്. അബു ഈസ മുഹമ്മദ് ബിൻ ഈസ അത്തുർമുദി എന്നാണ് പേര്. വലിദ വമാത ഫി തുർമുസ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ തുർമുസ് എന്ന പ്രദേശത്താണ് ജനിച്ചതും മരണപ്പെട്ടതുമൊക്കെ. ഓക്കെ. കിതാബുൽ ജാമിഅ എന്നാണ് അതിന്റെ പേര്. അൽ ജാമിഅ സ്വഹീഹ് അല്ലെങ്കിൽ തുനൻ തുർമുസി എന്ന പേരിലൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ. കിതാബുൽ ജാമിഅ സ്വഹീഹ് ഓർ സുനൻ തുർമുസി എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. വതലാമീദ് ഇമാമുൽ ബുഖാരി വഇസ്ഹാഖ് ബിൻ റാഹവൈഹി. കാലത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണ് ആര്? ഇമാമുൽ ബുഖാരി അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹിമ. ഇവരുടെ ശിഷ്യനാണ് ഇമാം തുർമുസി. അതുപോലെ തന്നെ മറ്റു രചനകളാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ അല്ലെങ്കിൽ അശ്ശമാഇലുൻ നബവിയ എന്ന പേരിലൊക്കെ പ്രവാചകനെ എന്നാണ് പറയുന്ന, പ്രവാചകനെ മനോഹരമായി വരച്ചിടുന്ന രചനയാണിത് അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന് പറയുന്നത്. ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ മലയാളത്തിൽ പല ആളുകളായിട്ട് എന്തായിരുന്നു ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അവൈലബിൾ ആണ്. പൂർണ്ണമായിട്ടല്ല, ചില ഭാഗങ്ങളൊക്കെ നബിതങ്ങളുടെ വ്യക്തിത്വം, ഗുണം, വിശേഷം ഒക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇതിൽ എന്താക്കാൻ കഴിയും. ഷമാഇലുൽ മുഹമ്മദിയ, ഷമാഇലുൻ നബവിയ എന്ന് കാണാൻ കഴിയും. നിങ്ങള് ഹിന്ദു അറബിൽ തന്നെ ചർച്ച ചെയ്തു പോയ ആളായിരിക്കും ഗുലാം അലി ആസാദ് ബൽഗ്രാമി. ഗുലാം അലി ആസാദ് ബൽഗ്രാമിയുടെ കവിതകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ലോകത്തെല്ലാവരും പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗുലാം അലി ആസാദ് ബൽഗ്രാമിയുടെ കവിതകളിൽ നബിതങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും, ശരീരത്തിന്റെ കണ്ണാണെങ്കിൽ കണ്ണിനെ കുറിച്ച്, അതുപോലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും ഇത്ര മൈന്യൂട്ടായിട്ട് വിശേഷിപ്പിച്ച, അതിന്റെ ആ ഭാഷയിൽ അദ്ദേഹത്തിന് ആ വ്യുൽപ്പത്തി കൂടി അടയാളപ്പെടുന്നത്, ഓരോന്നിനും ആ പദങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച രീതിയൊക്കെയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. അപ്പൊ അദ്ദേഹമൊക്കെ പലപ്പോഴും ഉദ്ധരിക്കുന്ന പല കാര്യങ്ങളും ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഷമാഇലുൽ മുഹമ്മദിയെ കുറിച്ചാണ് എന്നുള്ളതാണ്. യെസ്, അവിടെ സൂചിപ്പിച്ച പോലെ ഹസ്സാനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന എന്താണ് ബൽഗ്രാമി, ഗുലാം അലി ആസാദ് ബൽഗ്രാമിയുടെ രചനകളൊക്കെ കാണാം. ഏതായാലും ഇതൊക്കെയാണ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. സുനൻ തുർമുദി അല്ലെങ്കിൽ ജാമിഉ സ്വഹീഹ്, അതുപോലെ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. അബൂ ദാവൂദ് സുലൈമാൻ ബിൻ അഷ്അസ് അംറുൽ അസ്ദി എന്നാണ് പേര്. സിജിസ്ഥാൻ. അബൂ ദാവൂദ് സിജിസ്ഥാനി. വലിദ ബി സിജിസ്ഥാൻ. സിജിസ്ഥാനിലാണ് അദ്ദേഹം ഉണ്ടാവുന്നത്, ജനിക്കുന്നത്. രചന ഏതാണ്? സുനനു അബീ ദാവൂദ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രചനകൾ. സുനനു അബീ ദാവൂദ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത്. യഹ്തവിൽ കിതാബ് അൽ ഹദീസ് അൽ മർഫൂഅ വൽ ഹദീസ് അൽ മൗഖൂഫ. മർഫൂഅ ഹദീസുകളുണ്ട്, മൗഖൂഫായ ഹദീസുകളുണ്ട്. മർഫൂ മൗഖൂഫൊക്കെ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഖുർആൻ ഹദീസ് പറയുന്ന ഭാഗത്ത്. ഓക്കെ. മിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ മറ്റു രചനകളാണ് അന്നാസിഖ് വൽ മൻസൂഖ്, അതുപോലെ ദലായിലുൻ നുബുവ എന്നൊക്കെ പറയും. അന്നാസിഖ് വൽ മൻസൂഖ്, ദലായിലുൻ നുബുവ, ഇതൊക്കെ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനയാണ് കേട്ടോ. സുനൻ അബീ ദാവൂദ്, അതുപോലെ അന്നാസിഖ് വൽ മൻസൂഖ്, ദലായിലുൻ നുബുവ എന്നുള്ളതൊക്കെ. ഇനി നമ്മൾ പറയുന്ന ഇമാം നിസായിയെ കുറിച്ചാണ്. ഇമാം നസായി അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് അലി അൻ-നസായി. വലിദ ബിനൈസ. നൈസയിലാണ് ജനിക്കുന്നത്. ഫി ഖുറാസാൻ. ഖുറാസാനിലെ നസ എന്ന പ്രദേശത്താണ് എന്തായിരുന്നത് ജനിക്കുന്നത്. ഹിജ്റ 215. വതുവഫിയ ഫി മദീന അർ-റംല ബി ഫിലസ്തീൻ. ഫലസ്തീനിലെ റാമല്ലയിലാണ് അദ്ദേഹം ഉണ്ടാവുന്നത്, മരണപ്പെടുന്നത് ഹിജ്റ 303. ഖുറാസാൻ എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. പേർഷ്യയുടെ ഭാഗമായിരുന്നു പഴയ. എന്നത് അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പലയിടങ്ങളിലായി സഞ്ചരിച്ച് ജ്ഞാനം തേടി അവസാനം എവിടെയാണ്? ഷാമിന്റെ ഭാഗമായിട്ടുള്ള, പഴയ ഷാമിന്റെ ഭാഗമായിട്ടുള്ള ഫിലസ്തീനിലാണ് എന്ന് കാണുന്നത്. അവിടെ റാമല്ലി. തിൽമീദുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ്. സാഹിബ് സുനൻ സുഗറ വൽ കുബറ. അദ്ദേഹത്തിന്റെ രചനയാണെന്ത്? സുനൻ സുഗറയും സുനൻ കുബറ എന്ന പേരിലൊക്കെയുള്ള രചനകളുണ്ട്. സുനൻ നസായി ഐലൻ അൽ മുജ്തബ മിൻ സുനൻ നസായി എന്ന പേരിൽ അറിയപ്പെടാനാണ് കേട്ടോ. അൽ മുജ്തബ മിൻ സുനൻ നസായി. മിൻ മുഅല്ലഫാത്തിഹി, മറ്റു രചനകളാണ് കിതാബുൽ വഫാത്ത്, സുനൻ സുഗറ, സുനനുൽ ഖുബറ എന്ന് പറയുന്നത്. കിതാബുൽ വഫാത്ത്, സുനൻ സുഗറ, സുനനുൽ ഖുബറ എന്നീ രചനകൾ കൂടി ആർക്കുണ്ട്? ഇമാം നസായിക്കുണ്ട്. ഓക്കെ. അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് അലി അൻ-നസായി. ഓക്കെ. ബുഖാരി ഇമാമിന്റെ ശിഷ്യനാണ്. ഓക്കെ. സുനൻ നസായി, അതുപോലെ അൽ മുജ്തബ മിൻ സുനൻ നസായി എന്ന പേര് പറയാറുണ്ട്. കിതാബുൽ വഫാത്ത്, സുനൻ സുഗറ, സുനനുൽ ഖുബറ എന്നിവയൊക്കെയാണ് ഇതിന്റെ രചനകൾ. നമ്മൾ പറയുന്ന ഇമാം ഇബ്നു മാജയെ കുറിച്ചാണ്.
ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 209 ജനിച്ച് 279 ഹിജ്റയിലാണ് മരണപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ കാലഘട്ടങ്ങളൊക്കെ 200 ശേഷമാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന് ഹിജ്റ 221 കൂടി 232 കൂടി അബ്ബാസിയയുടെ 1-ാം കാലഘട്ടം അവസാനിക്കുന്നു. പിന്നെ 2-ാം നൂറ്റാണ്ട് ആരംഭിക്കുകയാണ്. 2-ാം നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ടാണ് ഏറ്റവും വളരെ പ്രൗഢിയും വലിയ വിജയവും അതുപോലെ വളർച്ചയൊക്കെ നേടിയ കാലഘട്ടം എന്നുള്ളത്. 2-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോഴേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. അധികാരത്തിന് ദുരമൂത്ത പ്രശ്നങ്ങൾ, അധികാര ദുരമൂത്തിട്ട് പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ഇവരെന്തായിട്ടുണ്ട്, ഇവരുടെ ദൗത്യങ്ങൾ വളരെ മനോഹരമായി രേഖപ്പെടുത്തി നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞ അവിടെ എന്തായില്ല, അവര് അതിൽ നിന്നും മാറി നിന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ അൽ ഖസ്വീനി എന്നാണ് പേര്. മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, മുഅദ്ദിഖാണ് എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. വലിദ ബി ഖസ്വീൻ മിൻ മദീനത്തി ഇറാൻ, ഇറാനിലെ ഖസ്വീനിലാണ് അദ്ദേഹം തങ്ങിയത്. ഖസ്വീനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സാഹിബ് കിതാബ് സുനൻ, സുനൻ ഇബ്നു മാജ എന്നാണ് അദ്ദേഹത്തിന്റെ രചനയുടെ പേര്. സുനൻ ഇബ്നു മാജ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. ഷെയ്ഖുൽ ഹദീസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് ആര്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഷിഹാബുദ്ദീൻ അബുൽ ഫളൽ അഹ്മദ് ബിൻ അലി എന്നുള്ളതാണ്. ഷിഹാബുദ്ദീൻ അബുൽ ഫളൽ ഹദീസിന്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസിലേക്ക് ഖാല ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ ആരായിരിക്കും ഉദ്ദേശം? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും എന്നുള്ളതാണ്. ഷിഹാബുദ്ദീൻ അബുൽ ഫളൽ അഹ്മദ് ബിൻ അലി എന്നാണ് പേര്. മുഹദ്ദിസുൻ വആലിമുൻ മുസ്ലിമുൻ മിൻ മദ്ഹബി ഷാഫിഈ, ഷാഫി മദ്ഹബുകാരനാണ്, മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ്. വലിദ ഫി ഖിസ്താത്ത് തുവഫിയ ഫിൽ ഖാഹിറ, ഖിസ്താത്തിലാണ് ജനിച്ചെന്ന് പറയുന്നു. അസ്കലാനിലാണ് കേട്ടോ, ഫലസ്തീനിലെ അസ്കലാനിലാണ് ജനിക്കുന്നത്. എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മരണപ്പെടുന്നത് ഖാഹിറയിലാണ്. പേര് ലഖബ ബി ഷെയ്ഖുൽ ഇസ്ലാം അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം വ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന പേരിലൊക്കെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെടുന്നുണ്ട്. ദവ്വനൽ അഹാദീസ് അലാ അബ്വാബിൽ ഫിഖ്, ഫിഖ് കർമ്മശാസ്ത്ര വിഷയാധിഷ്ഠിതമായിട്ട് ഹദീസുകൾ അദ്ദേഹം എന്തായിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. 4321 ഹദീസുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. സഹീഹും സഹീഹ്, ഹസന്, വഈഫ് എന്നിങ്ങനെ വിവിധ കാറ്റഗറികളിലായിട്ട് 4321 ഹദീസുകൾ എന്തായിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ പെട്ടതാണ് ഒന്ന് നുസ്ഹത്തുൻ നവർ എന്ന് പറയുന്നത്, ഫത്ഹുൽ ബാരി അലാ ഷറഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിക്ക് ധാരാളം ഷറഹുകൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും 1-ാം നമ്പർ ഷറഹ് എന്ന് പറയുന്നത്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏതാണ്? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനയായ ഫത്ഹുൽ ബാരിയാണ് കേട്ടോ. ഫത്ഹുൽ ബാരിയാണ്. ഔനുൽ ബാരി എന്ന പേരിൽ സ്വഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ ആരാണ്? ഔനുൽ ബാരി, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഔനുൽ ബാരി എന്ന പേരിൽ സ്വഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയതാരാണ്? ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്, നിങ്ങൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ടാവണം. സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയാണ് ഔനുൽ ബാരി എന്ന പേരുണ്ടായിട്ടുള്ളത് ഷറഹ് എഴുതിയിട്ടുള്ളത്. ഫൈലുൽ ബാരി ആരുടെ രചനയാണ്? ഫൈലുൽ ബാരി മിൻ മുഅല്ലഫാത്തി, യെസ്, അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയാണ്. അത് സഹീഹുൽ ബുഖാരിക്ക് എഴുതിയ ഷറഹാണ് ഫൈലുൽ ബാരി. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഷാർ അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ. ഓക്കെ, മറ്റൊരു രചനയാണ് അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ എന്ന് പറയുന്നത്. ഓക്കെ, നുസ്ഹത്തുൻ നവർ, ഫത്ഹുൽ ബാരി അലാ ഷർഹി സ്വഹീഹുൽ ബുഖാരി, അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ എന്നിങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. മൻ സാഹിബ് ജാമിഉ സ്വഹീഹ്? ചാറ്റ് ബോക്സിൽ ആൻസർ പറയണേ. എല്ലാവരുടെ ഉത്തരം ശരിയാണ്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയാണ് അല്ലേ? അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയാണ്. ഇഷ്തഹറ അൽ ബുഖാരി മുഹദ്ദിസൻ മുഹദ്ദിസൻ ത്വബീബൻ ഫസ്വറ. സിമ്പിളാണ്, ഞാൻ പോവാണ് കേട്ടോ. من هو أبو عبد الله محمد بن إسماعيل؟ من هو أبو عبد الله محمد بن إسماعيل؟ إمام بخاري أبو عبد الله محمد بن إسماعيل. موضوع كتاب أدب المفرد
ഹദീസ് നബവി, അൽ ഫിഖ് അൽ ഇസ്ലാമി, അസ്റാർ ശരിയ, തഫ്സീർ. അദബുൽ മുഫ്രദിന്റെ പ്രമേയം, വിഷയം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഹദീസുൻ നബവിയാണ്. ഹദീസുൻ നബവിയാണ് ഇതിന്റെ അദബുൽ മുഫ്രദിന്റെയും വിഷയം. ഓക്കെ. البخاري ومسلم هما المفسران مؤرخان الشيخان الشاعران. വളരെ സിമ്പിളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേട്ടത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. ഷെയ്ഖാനി. ഓക്കെ. من أئمة العلماء الحديث وتلميذ البخاري وله الشمائل النبوية الإمام الترمذي، الإمام المسلم، الإمام ابن ماجه، الإمام أبو داود السجستاني. إمام ترمذي لنا شمائل الترمذي. كتاب من الصحاح الستة اشتهر بسنن الصغرى: صحيح مسلم، جامع الترمذي، سنن أبو داود، سنن النسائي. സുനൻ നസായി തന്നെയാണ് സുനൻ സുഗറ എന്ന പേരിലും അറിയപ്പെടുന്നത്. കിതാബുൻ ഫി ശറഹി സ്വഹീഹുൽ ബുഖാരി: ഫത്ഹുൽ മുഈൻ, ഫത്ഹുൽ മുബീൻ, ഫത്ഹുൽ ബാരി, അൽ ഹുദ അസ്സാരി. ഫത്ഹുൽ ബാരി ആണല്ലേ, ഫത്ഹുൽ ബാരി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫലാസിഫ ഫിൽ അസ്ർ അൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിലോസഫിക്കാരെ, ഫൽസഫയുടെ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാന്നുള്ളതാണ്. ഓക്കെ. ഒരു ചോദ്യം നോക്കാം നമുക്ക്. ഫി അയ്യി ഫന്നിൻ ഇഷ്തഹറ ഇബ്നു സീന? التاريخ، الطب، الحديث، التفسير. ട്രിബിലാണല്ലേ. ഖാനൂനു ഫി ട്രിബ് ഒക്കെ വളരെ പ്രശസ്തമായ രചനകളാണ്. ഇനി മനിൽ കിന്ദി, അൽ കിന്ദി ആരാണ്? മുഅർരിഖാണോ, ഫൈലസൂഫാണോ, മുഹദ്ദിസാണോ, മുഫസ്സിറാണോ? ഫിലോസഫർ ആണ് അല്ലെ, ഫൈലസൂഫാണ്. അഷ്ഹറ ഫൈലസൂഫ് ഫിൽ അസ്ർ അൽ അബ്ബാസി ആരൊക്കെയാണ്? അൽ കിന്ദിയാണ്, അൽ ഫാറാബി, ഇബ്നു സീന, ഇമാം അബൂ ഹമദ് അൽ ഗസാലി. ഈ നാലാളുകളെ കുറിച്ചാണ് നമ്മൾ എന്താകുന്നത്, ഈ ചോദ്യമല്ല മക്കളെ, ഈ നാലാളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അൽ കിന്ദി, ഫാറാബി, ഇബ്നു സീന, അബൂ ഹമദ് അൽ ഗസാലി. ഓക്കെ. അതേപോലെ നമ്മൾ അൽ കിന്ദിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അബൂ യൂസുഫ് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അൽ കിന്ദി അൽ യമനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ യൂസുഫ് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അൽ കിന്ദി അൽ യമനി എന്നാണ് പേര്. അവ്വൽ ഫൈലസൂഫ് അൽ അറബ് ഫലഖിബ ബി അബുൽ ഫൽസഫത്ത് അൽ അറബിയ. ഓക്കെ. അറബുകളിലെ ആദ്യത്തെ അറിയപ്പെട്ട ഫിലോസഫറാണ് അദ്ദേഹം. അബുൽ ഫൽസഫത്ത് അൽ അറബിയ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അബുൽ ഫൽസഫത്ത് അൽ അറബിയ എന്ന പേരിലാണ് അൽ കിന്ദി അറിയപ്പെടുന്നത്. ഔ ഫൈലസൂഫ് അൽ അറബ് എന്ന പേരിലും ഒക്കെ ആരറിയപ്പെടുന്നു? അബൂ യൂസുഫ് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അൽ കിന്ദി അറിയപ്പെടുന്നു എന്നുള്ളത്. അബൂ യൂസുഫ് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അൽ കിന്ദി അറിയപ്പെടുന്നു. ഓക്കെ. അബുൽ ഫൽസഫത്ത് അൽ അറബിയ ഔ ഫൈലസൂഫ് അൽ അറബ്. അദ്ദേഹത്തിന്റെ രചനയാണ് റിസാലത്തുൻ ഫി ഫൽസഫത്തുൽ ഊല എന്ന് പറയുന്നത്. റിസാലത്തുൻ ഫി ഫൽസഫത്തുൽ ഊല എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അബൂ യൂസുഫ് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അൽ കിന്ദി എന്നാണ് പേര്. അബുൽ ഫൽസഫത്തുൽ അറബിയ അതല്ലെങ്കിൽ ഫൈലസൂഫ് അൽ അറബ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രചനയാണ് റിസാലത്തുൻ ഫി ഫൽസഫത്തുൽ ഊല എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാറാബിയെ കുറിച്ചാണ്. ഫാറാബി അബുൻ നസ്ർ മുഹമ്മദ് അത്വർഖാൻ അൽ ഫാറാബി എന്നാണ് പേര്. അബുൻ നസ്ർ മുഹമ്മദ് അത്വർഖാൻ അൽ ഫാറാബി എന്നാണ് പേര്. വലദ ഫി ഫാറാബ് ഫി ഇഖ്ലീമി തുർക്കിസ്ഥാൻ. തുർക്കിസ്ഥാനിലെ ഫാറാബ് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സുമ്മി അൽ ഫാറാബി അൽ മുഅല്ലിം അസ്സാനി നിസ്ബത്തൻ ലിൽ മുഅല്ലിം അൽ അവ്വൽ അരിസ്റ്റോ. അരിസ്റ്റോ ആണ് മുഅല്ലിം അൽ അവ്വൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫാറാബി എന്താണ്? മുഅല്ലിം അസ്സാനി എന്ന പേര് അറിയപ്പെടുന്നു. ഓക്കെ. മുഅല്ലിം അസ്സാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഫാറാബിയാണ്. ഓക്കെ. നിസ്ബത്തൻ ലിൽ മുഅല്ലിം അൽ അവ്വൽ അരിസ്റ്റോ. അരിസ്റ്റോയുടെ ധാരാളം ഗ്രന്ഥങ്ങൾ ശറഹ് എഴുതുകയും അതിനെ അറബിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് ആര്? ഫാറാബി എന്ന് കാണാൻ കഴിയും. അങ്ങനെ കൂടിയാണ് അദ്ദേഹത്തിന് അൽ മുഅല്ലിം അസ്സാനി എന്നുള്ള പേര് ലഭിച്ചത്. തഅമ്മഖ ഫി ഫന്നിൻ മ്യൂസിഖി. മ്യൂസിക്കിൽ അദ്ദേഹം വലിയ അവഗാഹമുള്ള വ്യക്തിത്വമായിരുന്നു. ഇഷ്തഹറ അൽ ഫാറാബി ബിമുസാഹമത്തിഹി ഫി
ഫി ഫൽസഫത്തി സിയാസിയ, പൊളിറ്റിക്കൽ ഫിലോസഫിയിലാണ് അദ്ദേഹം കൂടുതലായി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അൽ ഫൽസഫത്തി സിയാസിയ അദ്ദേഹത്തിന്റെ രചനയാണ് അസിയാസത്തുൽ മദനിയ എന്ന് പറയുന്നത്. അസിയാസത്തുൽ മദനിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രചനയാണ്, ഫാറാബിയുടെ. ഓക്കെ, പുറത്തുക അബുൽ നസർ മുഹമ്മദ് തർഖാൻ അൽ ഫാറാബി എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഓക്കെ ഫൈലസോഫുൽ ഇസ്ലാം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ശരിയാണ്. ഇനി നമ്മൾ പറയുന്നത് ഇബ്നു സീനയെ കുറിച്ചാണ്. ഇബ്നു സീന 370 ജനിച്ച് 428 മരണപ്പെടുന്നത്. 370 ജനിച്ച് 428 ആര് മരണപ്പെടുന്നത്? ഇബ്നു സീന. ഇബ്നു സീന അപാര ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു എന്ന് പറയാറുണ്ട്. ഓക്കെ, അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദുല്ലാ ബിൻ സീന എന്നാണ് പേര്. അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദുല്ലാ ബിൻ സീന എന്നാണ് പേര്. ഷെയ്ഖുർ റഈസ്, ഷെയ്ഖുർ റഈസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. സമ്മാഹുൽ ഗർബിയൻ അമീറുൽ അത്തിബ്ബ, അവിസന്ന എന്നാണ് യൂറോപ്യൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അമീറുൽ അത്തിബ്ബ എന്നാണ് ഗർബ്, പാശ്ചാത്യരായ ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. അൽ മുഅല്ലിം സാലിസ് എന്ന പേരിലും ആരറിയപ്പെടുന്നു? ഇബ്നു സീന അറിയപ്പെടുന്നു. ബഅദ അരിസ്റ്റോ വൽ ഫാറാബി. അപ്പൊ അരിസ്റ്റോ എന്നാണ് മുഅല്ലിമുൽ അവ്വൽ, ഫാറാബി മുഅല്ലിം അസ്സാനി, അൽ മുഅല്ലിം സാലിസ് ആരാണ്? ഇബ്നു സീന എന്നിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലുഖിബ ബി അരിസ്റ്റോ അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ആരാണ്? ഇബ്നു സീനയാണ്. ലുഖിബ അരിസ്റ്റോ അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ആരാണ്? പിന്നെ ഇബ്നു സീനയാണ്. യുഅദ്ദു ഇബ്നു സീന മിൻ അവ്വൽ മൻ കതബ അൻ തിബ്ബ് ഫിൽ ആലം, ലോകത്തന്നെ മെഡിസിനെ കുറിച്ച് എഴുതിയ വിഖ്യാതമായ രചനകളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് ആര്? ഇബ്നു സീന എന്ന് പറയുന്നത്. അമീറുൽ അത്തിബ്ബ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സമ്മാഹു അമീറുൽ അത്തിബ്ബ. അദ്ദേഹത്തിന്റെ രചനയാണ് അൽ ഖാനൂനു ഫി തിബ്ബ്, അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന് പറയപ്പെടുന്ന രചന. ഓക്കെ, അപ്പോ ഇബ്നു സീനയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദുല്ല ഷെയ്ഖുർ റഈസ്, അമീറുൽ അത്തിബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ മുഅല്ലിം അസ്സാനി എന്ന പേരിലും അറിയപ്പെടുന്നു. മുഅല്ലിം സാലിസ്, മുഅല്ലിമു അസ്സാലിസ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ അരിസ്റ്റോ അൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നവർക്കാരാണ്? ഇബ്നു സീനയാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് അൽ ഖാനൂനു ഫി തിബ്ബ്, അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ചാണ്. ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹാമിദ് മുഹമ്മദ് അൽ ഗസ്സാലി അൻ നൈസാബൂരി, നിസാബൂറിലാണ് ജനിക്കുന്നത്. വലിദ ഫി തൂസ്, തൂസ് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്, നിസാബൂറിലുള്ള. ലുഖിബ ബി ഹുജ്ജത്തുല്ലാഹിൽ ഇസ്ലാം, ഹുജ്ജത്തുല്ലാഹിൽ ഇസ്ലാം എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ അപരനാമം അബൂ ഹാമിദ് അൽ ഗസ്സാലി. അദ്ദേഹത്തിന്റെ രചനയാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ തഹാഫത്തുൽ ഫലാസിഫ എന്നൊക്കെ പറയുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീൻ തഹാഫത്തുൽ ഫലാസിഫ എന്നൊക്കെ പറയുന്നത് ഗസ്സാലി ഇമാമിന്റെ രചനയാണ്. ഓക്കെ, അബൂ ഹാമിദ് മുഹമ്മദ് അൽ ഗസ്സാലി നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹിയുടെ മുഖ്താറാത്ത് എന്ന ഗ്രന്ഥമുണ്ട്. മുഖ്താറാത്തിലെ ഗസ്സാലി ഇമാമ് ഒരു കാലത്ത് ഈ ഫിലോസഫിയുടെയും ഇൽമുൽ കലാമിന്റെ ഒക്കെ ഭയങ്കര പോരാളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ശക്തിയുക്തം വാദിച്ചു. അത് പിന്നീട് വലിയ രീതിയിൽ പ്രോബ്ലമാറ്റിക്കായി രൂപപ്പെട്ടു. അത് പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പിന്നെ അകന്നു നിൽക്കാനോ തെറ്റിദ്ധാരണ പടർത്താനൊക്കെ കാരണമായി. അദ്ദേഹം അങ്ങനെയാണ് എന്തായിരുന്നത്, ഇൽമുൽ കലാമിനെതിരെ രംഗത്ത് വരുന്നത് പിന്നീട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അദ്ദേഹം എന്താകുന്നുണ്ട്, പിന്നെ അള്ളാഹുവിന്റെ ഇതിലായി മാറാൻ വേണ്ടി അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചൊരു യാത്ര പോകുന്നുണ്ട്. ഒരു നിശ്ചിത കാലഘട്ടം എന്താകുന്നുണ്ട്, എല്ലാത്തിൽ നിന്ന് മാറി നിന്ന് പിന്നെ പോകുന്ന ഒരു സംഭവം വളരെ മനോഹരമായിട്ട് അബുൽ ഹസൻ അലി നദവി അദ്ദേഹത്തിന്റെ മുഖ്താറാത്തിൽ എന്തായിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ വായിച്ചു നോക്കിയാൽ നന്നാവും. വളരെ മനോഹരമായ ഒരു കഥയാണ്, കഥയല്ല ഒരു ജീവിതം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതായാലും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇഹ്യാ ഉലൂമുദ്ദീൻ തഹാഫത്തുൽ ഫലാസിഫ ഒക്കെ അവരുടെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ് എന്ന് കാണാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഫിലോസഫേഴ്സുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്? ഓക്കെ ആണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമ്മള് മുന്നോട്ട് പോകല്ലേ, പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ഈ ഏകപക്ഷീയമായ ഗിരിപ്രഭാഷണങ്ങളൊക്കെ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ പിന്നെ ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചും ചർച്ച ചെയ്തും പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞും സംസാരിച്ചും ചർച്ച ചെയ്തും പോകുമ്പോഴാണ് ക്ലാസ് കുറെ കൂടി രസം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു രീതി. അല്ലാഹു അലം. ഏതായാലും നമ്മൾ മക്കാമയിലേക്ക് കടക്കാൻ പോകണം. അൽ മക്കാമാത്ത്, കഥകളിലൂടെ വന്ന മക്കാമ. മിൻ അസ്ഹാബി ഫന്നിൽ മക്കാമ. ആൻസർ വരട്ടെ.
ബദിഉസ്സമാൻ അൽ ഹമദാനി, ഇബ്നു സീന, അബൂ മൻസൂർ അസ്സഅലബി, ഇബ്നു ബത്തൂത്ത. ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. ഓക്കെ. മഖാമ എന്ന് പറയുന്നത് ഹിക്കായത്തുൻ ഖസ്വീറത്തുൻ അനീഖത്തുൽ ഉസ്ലൂബ് തശ്തമിലു അലാ ഇല്ലത്തിൻ ഔ മൽഹമത്തിൻ വ ഫന്നുൻ നസ്രിയൻ ഫിഹാ അബിയാത്തുൻ. ഗദ്യപദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഫന്നാണ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് അഥവാ ഇത് തന്നിട്ട് ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മനസ്സിലാവണ്ടേ. ഹിക്കായത്തുൻ ഖസ്വീറത്തുൻ അനീഖത്തുൽ ഉസ്ലൂബ് തശ്തമിലു അലാ ഇല്ലത്തിൻ ഔ മൽഹമത്തിൻ. വളരെ മനോഹരമായ പ്രാസം ഒപ്പിച്ചുള്ള ചില കഥകളും ധരണികളും ഒക്കെയാണ് ഉണ്ടാവുക. അല്ല ഒന്നല്ല എൻഡിലുണ്ടാവും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തൊക്കെ ട്രാജഡിയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇതാണ് മക്കാമ എന്ന് പറയുന്നത്, എൻ്റെ ഒരു പൊതുവായ രൂപം എന്ന് പറയുന്നത്. സാബൽ മക്കാമത്തിൽ വരുന്നത് ബദിഉസ്സമാൻ അൽ ഹമദാനി, അൽ ഹരീരി, ഇബ്നു ദുറൈദ്, അസ്സമഖ്ശരി, ഇത്രയും ആളുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. മക്കാമകളെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ നഖ്ദികൾ പറഞ്ഞിട്ടുണ്ട്. മക്കാമകൾ ഒരു ഘട്ടത്തിൽ അറബ് സാഹിത്യത്തെ പിന്നോട്ടടുപ്പിച്ചു എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ വരെയുണ്ട്. കാരണം പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ബഈദായ അർത്ഥത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചു ആ ഭാഷയുടെ തനത് സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി എന്ന് അഭിപ്രായപ്പെട്ട നഖ്ദികളും ഉണ്ട് മക്കാമയുമായി ബന്ധപ്പെട്ട്. നമ്മള് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവണം മക്കാമയെ കുറിച്ചൊക്കെ, ഒരുപക്ഷെ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉദാഹരണം ബദിഉസ്സമാൻ അൽ ഹമദാനി ഹിജ്റ 358 ജനിച്ച് 398 മരണപ്പെടുന്നു. കേവലം 40 വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. നമുക്ക് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ. അടയാളപ്പെടുത്തുക ജീവിതം എന്ന് പറഞ്ഞില്ലേ. അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ എന്നുള്ളതാണ്. വുലിദ വമാത ഫിൽ ഹമദാൻ ഫി ഇറാൻ, ഇറാനിലെ ഹമദാനിലാണ് ജനിച്ചതും മരണപ്പെട്ടതുമൊക്കെ. അവ്വലു മൻ അജാദൽ മഖാമാത്ത്, റായിദുൽ മഖാമാത്ത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മഖാമ എന്നുള്ള ആ കലക്ക് ഫന്നിൽ ഏറ്റവും മികച്ച രീതിയിൽ ചുവടുവെപ്പുകൾ നടത്തിയ ആദ്യത്തെ വ്യക്തിത്വം കൂടിയാണ് ബദിഉസ്സമാൻ അൽ ഹമദാനി എന്ന് പറയുന്നത്. മക്കാമയിൽ പൊതുവായിട്ടുണ്ടാവുന്നതാണ്, ഒന്ന് റാവി ഉണ്ടാവും, ഒരു ബത്തുൽ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് റാവി ബത്തുൽ. ഓക്കെ. ഹമദാനിയുടെ മക്കാമയിലെ റാവിയാണ് ഈസ ബിൻ ഹിഷാമും, ബത്തുലാണ് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി എന്ന് പറയുന്നത്. ഓക്കെ. റാവി ഈസ ബിൻ ഹിഷാമാണ്, ബത്തുല് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരിയാണ് എന്ന് കാണുന്നത്. അദ്ദേഹത്തിന്റെ വിവിധ എക്സാമ്പിളിൽ വന്നത് 51 എന്ന അഭിപ്രായമുണ്ട്, 53 എന്ന മക്കാമ. 400-ലധികം മക്കാമുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ 51 അല്ലെങ്കിൽ 53 മക്കാമുകൾ എന്തായിട്ടുള്ളൂ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ രണ്ടും ആൻസറിൽ എന്തായിട്ടുണ്ട് വന്ന ഒരു നമ്പേഴ്സ് ആണ് കേട്ടോ, 51ഉം 53. ഓക്കെ. ഇത്രേ ഉള്ളൂ. ഹമദാനി അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ എന്നാണ്. പിന്നെ അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഒക്കെ എവിടെ വെച്ചാണ്? ഇറാനിലെ ഹമദാനിലാണ്. അവ്വലു മിൻ അജാദ അൽ മഖാമാത്ത്, റായിദുൽ മഖാമാത്ത് എന്നൊക്കെ പറയുന്ന ആരാണ്? ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. അദ്ദേഹത്തിന്റെ റാവി ഈസ ബിൻ ഹിഷാമാണ്. ബത്തുല് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരിയാണ്. ഓക്കെ. 51 അല്ലെങ്കിൽ 53 മഖാമകൾ അദ്ദേഹത്തിനുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് ഹരീരിയെ കുറിച്ചാണ്. അബു മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി അൽ ഹരീരി അൽ ഹറാമി അൽ ബസ്വരി എന്നാണ്. അറബിയുൽ അസ്ലാണ്. വലുത ഫി മഷാൻ ഫിൽ ബസ്വറ, ബസ്വറയിലെ മഷാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വമാത ബിഹ, അവിടെ തന്നെയാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബത്തുലിലെ പിന്നെ റാവി ബത്തുല എന്ന് പറയുന്നത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നു കേട്ടോ, 2 മിനിറ്റ്. നമ്മൾ പറഞ്ഞത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഹരീരിയെ കുറിച്ചാണ്. ഹരീരിയുടെ മക്കാമയിലെ ബത്തുല എന്ന് പറയുന്നത് അബൂ സൈദിന് സറൂജിയാണ്. റാവി ഹാരിസ് ബിൻ ഹുമാമാണെന്നാണ്. ഹാരിസ് ബിൻ ഹുമാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആരംഭിക്കുക. ഓരോ കഥകൾ ഇങ്ങനെ പറയും. വളരെ രസകരമായ മക്കാമയാണ് കേട്ടോ ഹരീരിയുടെ. ഓക്കെ. ചില പ്രയോഗങ്ങളൊക്കെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ അതിന്റെ പഠിച്ചിട്ടുണ്ട്. അതിൽ
പിന്നെ ബൗസൈദുൻ സറൂജിയെ വിവരിക്കുന്നിടത്ത് എന്താണ് ഹാരിസ് ഇമാം ഇങ്ങനെ പറയുന്നുണ്ട്. കത് അക്മറ ലൈലുഹു അദ്ദജൂജി എന്നുള്ള പ്രയോഗം നടത്തണം. കത് അക്മറ ലൈലുഹു അദ്ദജൂജി, അദ്ദേഹത്തിന്റെ മുടി നരച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ചതാണ്. കത് അക്മറ ലൈലുഹു അദ്ദജൂജി, അദ്ദേഹത്തിന് ഇരുളാർന്ന രാത്രികളൊക്കെ എന്തായിട്ടുണ്ട്, നിലാവുള്ളതായിട്ടുണ്ട് എന്ന് പറയാം. രാത്രിയിൽ ചില ഭാഗങ്ങളാണല്ലോ അങ്ങനെ നിലാവുള്ളത്. അപ്പോൾ കടുത്ത തലമുടിയുടെ ചില ഭാഗങ്ങളിൽ എന്തായിട്ടുണ്ട്, പിന്നെ നര ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന പ്രയോഗമാണ് കത് അക്മറ ലൈലുഹു അദ്ദജൂജി എന്ന്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അവിടെ കാണാൻ കഴിയും. ഞാൻ ഓർമ്മയിൽ വന്ന ഒരു സംഭവം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ 50 മക്കാമകളാണുള്ളത്. ഓക്കെ, 50 മക്കാമാത്ത്, 50 മക്കാമകളാണുള്ളത്. മുഅല്ലഫാത്ത് വൽ മശ്ഹൂർ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്. അത് നഖദിലുള്ള രചനയാണ്, പല എക്സാമ്പിളിൽ വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് എന്ന് പറയുന്നത്. ഓക്കെ, മൽഹമത്തുൽ ഇറാബ്, നഹ്വിലുള്ള മറ്റൊരു രചനയാണ് മൽഹമത്തുൽ ഇറാബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ അബൂ മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി അൽ ഹരീരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഷാനിലാണ് ജനനം. അദ്ദേഹത്തിന്റെ മക്കാമയിലെ ബത്തുല് അബൂ സൈദിൻ സറൂജിയാണ്. റാവി ഹാരിസ് ബിൻ ഹമാമാണ്. 50 മക്കാമകളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് എന്ന് പറയുന്നത്. മൽഹമത്തുൽ ഇറാബ് എന്നുള്ള രചനയുമാണ്. ഒരു ചോദ്യം നോക്കാം നമുക്ക്. بديع الزمان الحمداني مشهور بشعر المدح الرثاء الخطبة المقامات. يا مقامات لنا لا. أبو الفتح الإسكندري هو بطل في مقامات بديع الزمان الحمداني الحريري السيوطي الزمخشري. ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മക്കാമയിലെ ബത്തുലാണ് ആര്? അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി എന്ന് പറയുന്നത്. من هو رائد مقامات في الأدب العربي؟ ابن قتيبة الجرجاني بديع الزمان الحمداني الحريري. بديع الزمان الحمداني يعني. اختر عناصر الأدب من المجموعات الآتية. الكتابة، العاطفة، التحدث، القراءة. العاطفة ആണ് അതിനെന്താകുന്നത്? അനശ്വരത നൽകുന്നത് പറയാനല്ലേ. അദബിന് സാഹിത്യത്തിന് അനശ്വരത നൽകുന്ന ഘടകമാണ് ആത്തിഫത്ത് എന്ന് പറയുന്നത്. ഖയാല്, ആത്തിഫ ഒക്കെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ന് തോന്നുന്നു അല്ലെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകം നമ്മുടെ ഓർമ്മകളിലെ ഇങ്ങനെ വികാരം കൊള്ളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ച ആന്തോളനങ്ങൾ എത്രമേൽ വലുതാണ് എന്നുള്ളതാണ്. അതാണ് ആത്തിഫ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ദേശത്തെ ഒരു കുട്ടിയെ, ഒരു കഥാപാത്രത്തെ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ ആ രചന നമ്മളിൽ ഉണ്ടാക്കിയ ആത്തിഫ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും أول كتاب أثر في إصحاب مشكلة الانتحال في الشعر العربي عيون الأخبار البيان والتبيين تاج العروس طبقات فحول الشعراء. قضية الانتحال ഇളക്കിവിട്ട ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യത്തെ രചന ഏത് എന്നുള്ളതാണ്. عيون الأخبار البيان والتبيين تاج العروس طبقات فحول الشعراء. തബക്കാത്തു ഫുഹൂൽ ഷുഅറാ ആണ് ഇബ്നു സലാം അൽ ജുംഹിയുടേത്. നഖദിന്റെ ഒരു സെഷൻ നിങ്ങൾക്ക് വരാനുണ്ട്. അതിൽ ഇബ്നു സലാം അൽ ജുംഹിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ മുഫസ്സിരീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബഖ്ശരിയെ കുറിച്ചും ഇവരെ കുറിച്ചും അങ്ങനെ ചോദ്യങ്ങൾ ഇതുവരെ മക്കാമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരിക്കുന്നത്. പേര് ഓർമ്മയിൽ ഉണ്ടായാൽ മതി എന്നുള്ളൂ. അതായത് ഇവർക്ക് മക്കാമ ഉണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. അതിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ താഴെ തന്നിട്ടുള്ളവയിൽ മക്കാമുകൾ എഴുതിയിട്ടില്ലാത്ത ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണം, ഉത്തരം പറയാൻ കഴിയണം. അതുകൊണ്ടാണ് ആ പേരുകൾ ഉൾപ്പെടുത്തിയത്. ഓക്കെ, നമ്മൾ മുഫസ്സിരീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ത്വബരി ഇമാമാണ്, മുഹമ്മദ് ബിൻ ജരീർ ത്വബരി, ഫഖറുദ്ദീൻ റാസി, അൽ ഇമാം അൽ ഖുർത്തുബി, അൽ ബൈവാവി, അസ്സമഖ്ശരി. ഓക്കെ, താരിഖ് ത്വബരി യുഅറഫു ബി കിതാബ് അഖ്ബാർ റസائل അഖ്ബാർ الرسل والملوك تاريخ الرسل والأنبياء والملوك كتاب الأمم والملوك جميع ما ذكر. താരിഖുർ റസുലി വൽ അംബിയാഇ വൽ മുലൂക്ക് എന്നുള്ളതാണ്. താരിഖുർ റസുലി വൽ അംബിയാഇ വൽ മുലൂക്ക് എന്നുള്ളതാണ് താരിഖു ത്വബരി അറിയപ്പെടുന്നത്. ലാഹിൽ അത്തസ്രീഹാത്തുൽ ആത്തിയ വഖ്തർ മിൻഹാ സ്വഹീഹ.
نال جوخاء الحارثي جائزة نوبل في الأدب العربي. كان عبد الحميد الكاتب شاعرا في الجاهلية. كتاب الإمام السيوطي كتاب الاتقان في علوم القرآن. الشعراء المحجريون هم الشعراء الذين حاضروا من مكة. ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് തിരഞ്ഞെടുക്കുന്നത്. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. നോക്കാം, നമുക്ക് കൂടുതൽ ആളുകളും സി ആണ് പറയുന്നത്. ഓപ്ഷൻ സി തന്നെയാണ് ശരി. എല്ലാം എന്താണ്? തെറ്റാണ്. അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് ഉമവി കാലഘട്ടത്തിലെ നാസിറാണ്, ഷായറും ആണ് അദ്ദേഹം. അതായത് സുയ്യിദ് ഇമാമിന്റെ ഇത്ഖാൻ എന്നുള്ളത് ഉലൂമുൽ ഖുർആനിലുള്ള വിഷയമാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. അറബ് സാഹിത്യത്തിൽ ആകെ ഒരാൾക്ക് എന്തായിട്ടുള്ള മൊബൈൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് ബിൻ ജരീർ ത്വബരിയെ കുറിച്ചാണ്. ഹിജ്റ 224 ജനിച്ച് 310 ആര് മരണപ്പെടുന്നത്? മുഹമ്മദ് ബിൻ ജരീർ ത്വബരി മരണപ്പെടുന്നത്. മുഹമ്മദ് ബിൻ ജരീർ ബിൻ യസീദ് ബിൻ ഖബീലത്തുൽ അസ്ദ് അൽ യമനിയ, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് ബിൻ ജരീർ ബിൻ യസീദ് ബിൻ ഖബീലത്തുൽ അസ്ദ് അൽ യമനിയ. ഹുവ മുഫസ്സിറുൻ വ മുഅർരിഖുൻ വ ഫഖീഹുൻ. മുഫസ്സിറാണ്, മുഅർരിഖാണ്, ഫഖീഹാണ്. ലഖബ ബി ഇമാം അൽ മുഹദ്ദിസീൻ വയഅ്തബർ അബു തഫ്സീർ വ അബു താരിഖുൽ ഇസ്ലാമി എന്ന പേരിലൊക്കെ അദ്ദേഹത്തെ കണക്കാക്കാറാണ്. ഓക്കെ, ഇമാം അൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്നു, ലഖബുണ്ട്. അതുപോലെ യഅ്തബർ അബു തഫ്സീർ, അബു താരിഖുൽ ഇസ്ലാമി എന്ന പേരിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? ത്വബരി ഇമാം അറിയപ്പെടുന്നു. വുലിദ ബി അമൽ ആസിമത്ത് ഖലീമ തബരിസ്ഥാൻ, തബരിസ്ഥാനിലെ അമ എന്ന പ്രദേശത്താണ് ഹിജ്റ 224 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ രചനകളാണ് ഇഖ്തിലാഫ് ഉലമാഇൽ അൻസാർ, ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ, അൽ മഅറൂഫ് ബി തഫ്സീർ ത്വബരി. തഫ്സീർ ത്വബരി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ എന്നുള്ള രചനയാണ്. ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ. താരിഖുൽ ഉമ്മമി വൽ മുലൂക്ക്, ഇതാണ് താരിഖു ത്വബരി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. താരിഖുൽ ഉമ്മമി വൽ മുലൂക്ക് എന്നുള്ളതാണ്. ഓക്കെ, താരിഖുൽ റിജാലി വഗൈരിഹി, താരിഖുൽ റിജാലി വഗൈരിഹി, ഇങ്ങനെയുള്ള രചനകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. ഓക്കെ, ജരീർ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി ലഖബ ബി ഇമാം അൽ മുഹദ്ദിസീൻ, യുഅ്തബർ അബു തഫ്സീർ, അബു താരിഖുൽ ഇസ്ലാമി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ഇഖ്തിലാഫ് ഉലമാഇൽ അൻസാർ അദ്ദേഹത്തിന്റെ രചനകളാണ്. ഇഖ്തിലാഫ് ഉലമാഇൽ അൻസാർ, ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ, അൽ മഅറൂഫ് ബി തഫ്സീർ ത്വബരി, താരിഖുൽ ഉമ്മമി വൽ മുലൂക്ക് വൽ അംബിയാ യുറഫ് ബി താരിഖ് ത്വബരി, താരിഖുൽ റിജാൽ വഗൈരിഹി. ഓക്കെ, അടുത്ത നമ്മൾ ജമഖ്ശരി ഇമാമിനെ കുറിച്ചാണ്. ജമഖ്ശരി ഇമാം ഹിജ്റ 467 ജനിച്ച് 538 മരണപ്പെടുന്നത്. ഓക്കെ, 467 ജനിച്ച് 538 ഹിജ്റയിലാണ് മരണപ്പെടുന്നത്. അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ ബിൻ മുഹമ്മദ് എന്നാണ് പേര്. അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ ബിൻ മുഹമ്മദ് എന്നാണ് പേര്. അൽ ഇമാം അൽ ഹനഫി അൽ മുഅ്തസിൽ, അദ്ദേഹം എന്താണ്? ഹനഫി മസ്ഹബുകാരനാണ്, മുഅ്തസിലിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില ആളുകൾ, ചില മഹാന്മാർ രേഖപ്പെടുത്തിയുള്ളത് മുഅ്തസിലത്തിൽ നിന്ന് അദ്ദേഹം എന്തായിട്ടുണ്ട്? അവസാന കാലത്ത് പിന്മാറിയിട്ടുണ്ട്, ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കവിത അതിന് തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട്. കവിത ഞാൻ മറന്നുപോയി. ഇതാണ് മുഅ്തസിലത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയതായി ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ കവിതയെ കുറിച്ച് പറയാറുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. എന്തായാലും ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹം മുഅ്തസിലയിൽ നിന്ന് മാറി എന്ന അഭിപ്രായത്തെ മുന്നോട്ട് വെച്ചവരുണ്ട്. ഏതായാലും വലിദ ബി സമഖ്ശർ മിൻ തുർക്കുമാനിസ്ഥാൻ, തുർക്കുമാനിസ്ഥാനിലെ സമഖ്ശറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വതുവഫിയ ബി ജുർജാനിയ, ജുർജാനിലാണ് അദ്ദേഹം എന്താവുന്നത്? മരണപ്പെടുന്നത്. ലുഖബ ബി ജാറുല്ലാഹ്, ജാറുല്ലാഹു സമഖ്ശരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജാറുല്ലാഹു സമഖ്ശരി, ജാറുല്ലാഹ് എന്ന അദ്ദേഹത്തിന് ലഖബുണ്ട്. ലിഅന്നഹു കാന സായിറൻ ഇലാ മക്ക വജാവറ ബിഹാ സമാനൻ ഹത്താ ഉരിഫ ബിഹാദിൽ ലഖബ്. അദ്ദേഹം എന്തായി? മക്കയിലേക്ക് സഞ്ചരിക്കുകയും കുറെ കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് എന്നാണ് പറയുന്നത്, ജാറുല്ലാഹ് എന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ രചനകളാണ് അൽ കശാഫു അൻ ഹഖായിഖ് തൻസീൽ എന്ന് പറയുന്നത്. ഇതാണ് തഫ്സീർ അൽ കശാഫു അൻ ഹഖായിഖ് തൻസീൽ. അതുപോലെ മഖാമാത്ത് ഉണ്ട് അദ്ദേഹത്തിന്. അസാസുൽ ബലാഗ, അത് മുഅ്ജമുൻ ഫിൽ ലുഗ അൽ അറബിയാണ്. അസാസുൽ ബലാഗ എന്ന് പറയുന്നത്. അൽ മുഫസ്സൽ ഫിൻ നഹ്ബ്, നഹ്വിലുള്ള രചനയാണ് അൽ മുഫസ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സമഖ്ശരി ഇമാമിന്റെ രചനകൾ. അൽ കശാഫു അൻ ഹഖായിഖ് തൻസീൽ തഫ്സീറാണ്. മഖാമാത്ത്, അസാസുൽ ബലാഗ അത് മുഅ്ജമുൻ ഫിൽ ലുഗ അൽ അറബിയ, മുഫസ്സൽ ഫിൻ നഹ്വ്, ഇതൊക്കെയാണ് സമഖ്ശരി ഇമാമിനെ കുറിച്ച് ഓർക്കേണ്ടത്. ജാറുല്ല എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ലഖബ്. ഓക്കെ, ജാറുല്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫഖറുദ്ദീൻ റാസിയെ കുറിച്ചാണ്. റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 543 ജനിച്ച് 606 ഫഖറുദ്ദീൻ റാസി മരണപ്പെടുന്നത്. മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹസൻ അത്തമീമി അൽ ബക്കരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലുഖിബ ബി ഫഖറുദ്ദീൻ റാസി, ഫഖറുദ്ദീൻ റാസി എന്നുള്ളതാണ്
ഇദ്ദേഹത്തിന്റെ ലഖബ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ രചനയാണ് തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ് എന്നാണ് അതിന് പറയാറുള്ളത്. ഓക്കെ, മഫാത്തിഹു ഗൈബ് സമാനിയ മുജല്ലദാത്ത്, 8 വാള്യങ്ങളുണ്ട്. ഓക്കെ, തഫ്സീറുൽ കബീർ ഓർ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന 8 വാള്യങ്ങളുള്ള രചനയാണ്. മറ്റൊന്നാണ് അസ്റാറു തൻസീൽ വ അൻവാറു തഅ്വീൽ എന്ന് പറയുന്നത്. അസ്റാറു തൻസീൽ വ അൻവാറു തഅ്വീൽ എന്ന് പറയുന്ന രചന, അതും റാസി ഇമാമിന്റെ വളരെ വിഖ്യാതമായ രചനയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫഖറുദ്ദീൻ റാസി മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹസൻ തമീം അൽ ബക്കരി എന്നാണ് പേര്. ഫഖറുദ്ദീൻ റാസി എന്നുള്ളതാണ് ലഖബ്. ഇദ്ദേഹത്തിന്റെ രചനയാണ് ഒന്ന് തഫ്സീറുൽ കബീർ, അത് മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന 8 വാല്യങ്ങളാണ്. അതുപോലെ അസ്റാറു തൻസീൽ വ അൻവാറു തഅ്വീൽ എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് അൽ ബൈളാവിയെ കുറിച്ചാണ്. ഇമാം ബൈളാവി ഓക്കെ AD 1292 മരണപ്പെടുന്നത്. അപ്പോൾ ഖാദി അൽ ഖുദാത്ത് നാസിറുദ്ദീൻ അബുൽ ഖൈർ അബ്ദുല്ലാഹി ബിൻ അലി അൽ ബൈളാവി. ഓക്കെ, ഖാദി അൽ ഖുദാത്ത് നാസിറുദ്ദീൻ അബുൽ ഖൈർ അബ്ദുല്ലാഹി ബിൻ അലി അൽ ബൈളാവി എന്നാണ്. വലിദ വമാത ഫി ബൈള ബി ഫാരിസ്, പേർഷ്യയിലുള്ള ബൈളയിലാണ് അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഒക്കെ. ഇഷ്തഹറ ബി തഫ്സീരിഹി അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്നുള്ളതാണ്. ഓക്കെ, അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പേര്. തഫ്സീറുൽ ബൈളാവി എന്ന പേരിൽ അത് പ്രസിദ്ധി ആർജിച്ചു. ഓക്കെ, അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇമാം ഖുർത്തുബിയെ കുറിച്ചാണ്. 1600 ഹിജ്റയിൽ ജനിച്ച് 681 ഹിജ്റയിൽ മരണപ്പെട്ടു. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അബി ബക്കർ ബിൻ ഫറഹുൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വലിദ ഫി ഖുർത്തുബ വ തുവഫിയ ഫി മിസ്ർ, കൊർദോവയിലാണ് ജനിച്ചത്, മരണപ്പെട്ടത് എവിടെയാണ്? ഈജിപ്തിലാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ തഫ്സീറാണ് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ, തഫ്സീറുൽ ഖുർത്തുബി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന്. ഓക്കെ, അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേര്. അടുത്താണ് ജലാലുദ്ദീൻ സുയൂത്തി. സുയൂത്തി ഇമാം 1445 AD ജനിച്ച് 1505 സുയൂത്തി ഇമാം മരണപ്പെടുന്നത്. അപ്പോൾ ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ കാമിൽ ഓക്കെ എന്നാണ് ജലാലുദ്ദീൻ സുയൂത്തി എന്ന പേരിലാണ് അദ്ദേഹം ഉണ്ടാകുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, വലിദ വമാത്ത ഫിൽ ഖാഹിറ, കൈറോയിലാണ് ജനിച്ചതും മരിച്ചതുമൊക്കെ. ലുഖിബ ബി ഇബ്നുൽ കുത്തുബ്, ഇബ്നുൽ കുത്തുബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിന്റെ കാരണം പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവ് വലിയ പണ്ഡിതനായിരുന്നു. വീട്ടിൽ തന്നെ വലിയൊരു ഗ്രന്ഥശേഖരം തന്നെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഉമ്മ ഇദ്ദേഹത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മയോട് എന്ത് പറഞ്ഞു? ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ഗ്രന്ഥം തിരയുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ എന്താകുന്നത്? പ്രസവിക്കുന്നത്. പുസ്തകങ്ങൾക്കിടയിലാണ് അദ്ദേഹം പെറ്റിട്ട് വീണത്. അങ്ങനെയാണ് അദ്ദേഹം ഇബ്നുൽ കുത്തുബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇബ്നുൽ കുത്തുബ് എന്ന പേരിൽ അങ്ങനെ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. 17-ാം വയസ്സിൽ അദ്ദേഹം എന്തായിട്ടുണ്ട്? രചന നിർവഹിച്ചിട്ടുണ്ട്. 300-ലധികമെന്നും 500-അടുത്ത് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. 40-ാം വയസ്സിൽ താൻ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ പുനഃപരിശോധിച്ച് എഡിറ്റിങ്ങുകളൊക്കെ നടത്തി നന്നാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ചെറിയ പ്രായത്തിലുള്ള എത്രയേറെ രചനകൾ എഴുതിയ മഹാൻ കൂടിയാണ് ആര്? സുയൂത്തി ഇമാം എന്ന് പറയുന്നത്. ഓക്കെ, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അദ്ദേഹം ജീവിതകാലത്ത് എഴുതിയ രചന പകർത്തി എഴുതിയാൽ പോലും ചിലപ്പോൾ നമ്മുടെ ഒന്നും ജീവിതകാലത്ത് തീർക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയേറെ രചനകൾ ആർക്കുണ്ടായിരുന്നു? സുയൂത്തി ഇമാമിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനയിൽപ്പെടാൻ തഫ്സീറുൽ ജലാലൈനി. തഫ്സീറുൽ ജലാലൈനി യഥാർത്ഥത്തിൽ ഗുരുനാഥനായ ഇമാം മഹല്ലി രചിച്ചതാണ്. മഹല്ലി ഇമാം എന്തായി? മരണപ്പെട്ടു, പാതി വഴിയിൽ വെച്ച് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ശിഷ്യനായ സുയൂത്തി ഇമാമാണ് എന്താകുന്നത്? അത് പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ്. തഫ്സീറുൽ ജലാലൈനി, ജലാലൈനി എന്നുള്ള പേര് വന്നത് പോലും അങ്ങനെയാണ് കേട്ടോ. ഇമാം മഹല്ലിയും ഇമാം സുയൂത്തി ഇമാം ചേർന്നിട്ടാണ് എന്താക്കിയത്? അത് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. ഓക്കെ, ഇമാം ജലാലുദ്ദീൻ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി. അതുപോലെ മറ്റൊരു രചന കിതാബുൽ മുസ്ഹിർ എന്ന് പറയുന്നത് ഫി ഉലൂമുൽ ലുഗത്തി വ അൻവാഇഹ, ഇൽമുൽ ലുഗയിലും പറയുന്ന രചനയാണ് ഇത്, കിതാബുൽ മുസ്ഹിർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന രചന, അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന രചന. ഓക്കെ, ഇത്രയാണ് സുയൂത്തി ഇമാമിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. മഫാത്തിഹുൽ ഗൈബ് ഹുവ കിതാബുൻ മഷ്ഹൂറുൻ ഫി ഫൽസഫ തഫ്സീറുൽ ഖുർആൻ ഉസൂലുൽ ഫിഖ് ഇൽമുൽ കലാം. പെട്ടെന്ന് ആൻസർ പറയണേ. തഫ്സീറുൽ ഖുർആൻ എന്ന മഫാത്തിഹുൽ ഗൈബ്. അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ കിതാബുൻ അല്ലഫഹു ഇമാം റാസി, സമഖ്ശരി, ബൈളാവി, ഇബ്നു ഖൽദൂൻ.
ഇമാം ബൈളാവിയുടെ രചനയാണ് അൻവാറു തൻസീൽ വസ്റാറു തഅ്വീൽ എന്നത്. അൽ ജാമിഉ ലിഅഹ്കാമിൽ ഖുർആൻ കിതാബൻ അല്ലഫഹു ഇമാം റാസി, ഇമാം സഖ്ശരി, അൽ ബൈളാവി, ഇമാം ഖുർത്തുബി. ഖുർത്തുബി ഇമാമിന്റെ രചനയാണ് അൽ ജാമിഉ ലിഅഹ്കാമിൽ ഖുർആൻ. അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ മിൻ മുഅല്ലഫാത്തി അബൂ ഹാമിദ് അൽ ഗസാലി, ജലാലുദ്ദീൻ സുയൂത്തി, അബുൽ ഹസൻ അലി അൻ-നദവി, ഇബ്നു ഖുതൈബ ദൈനൂരി. ആരാണ്? ജലാലുദ്ദീൻ അസ്-സുയൂത്തിയാണ്. മാ മാദത്തുൽ കിതാബുൽ ജലാലൈൻ. കിതാബുൽ ജലാലൈനിയുടെ മൗളൂ എന്താണെന്നാണ് ചോദ്യം. ഉസൂലുൽ ഫിഖ്, തഫ്സീർ, അൽ-ലുഗ, ഫിഖ്. ഇതാണ് ജലാലൈനി. മൻഹുമ അൽ ജലാലൈൻ. ആരാണ് ഈ ജലാലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റാസി വൽ ബൈളാവി, അസ്-സുയൂത്തി വൽ മഹല്ലി, അത്ത്-തബരി വൽ മഹല്ലി, കുൽ ഖത. സുയൂത്തി ഇമാമും മഹല്ലി ഇമാമും ആണ്. തഫ്സീർ അൽ മഷ്ഹൂർ ലിൽ ഇമാം അബി ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി. الجامع البيان تأويل القرآن، تفسير القرآن الكريم، الجامع لأحكام القرآن الكريم، تيسير الكريم الرحمن في تفسير. الجامع البيان وتأويل القرآن എന്നുള്ളതാണ് അല്ലേ? في أي حقل اشتهر المسعودي؟ فقه، أصول الفقه، تاريخ، التفسير. താരീഖാണ് കേട്ടോ. മസ്ഊദി വിഖ്യാതനായത് താരീഖിലാണ്. യതീമിയത്തു ദഹർ കിതാബൻ അല്ലഫഹു ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖല്ലിക്കാൻ, ഇബ്നു സൈദൂൻ, അബുൽ മൻസൂർ സഅലബി. സഅലബിയുടെ രചനയാണ്. സ്പീഡാക്കാണ് കേട്ടോ, സമയം വൈകിയിട്ടുണ്ട്. സഅലബിയുടെ രചനയാണ് യതീമിയത്തു ദഹർ. ഇനി ഉദബാഉൽ ആഖറൂൻ എന്ന് പറഞ്ഞ കുറച്ച് ആളുകളെ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. 1.5 മണിക്കൂറായി. വൈൻഡപ്പ് ചെയ്യണ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 15 മിനിറ്റ് കൂടി. നമ്മൾ മുന്നോട്ട് പോകല്ലേ? ഇൻഷാ അല്ലാഹ് സ്പീഡാക്കി തീർക്കാൻ കേട്ടോ. കാരണം ഇനി ഒരു സെഷൻ ഇതിനായിട്ട് വെക്കുന്നതും പോസിബിൾ അല്ല. വേറെ കുറെ സെഷനുകൾ നമുക്ക് തീർക്കാനുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇമാം മാലിക്, അതുപോലെ മസ്ഊദി, യാഖൂത്തുൽ ഹമവി, ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖല്ലിക്കാൻ, ഇബ്നുൽ ഹൈസം, സഅലബി, അൽ ഖവാരിസ്മി ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, നിങ്ങളുടെ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇബ്നു മാലിക് അത്തായി അല്ലെ, അൽഫിയത്ത് ഇബ്നു മാലിക്, നമുക്ക് വിഖ്യാതമായ അൽഫിയയുടെ രചയിതാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ മാലിക് എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ മാലിക് വലുദ ബിൻ അന്ദലുസ്, അന്ദലുസിയിലാണ്, സ്പെയിനിലാണ് ജനനം. വഹാദർ ഇല ഷാം, പിന്നീട് ഷാമിലേക്ക് വന്നു. വസ്തഖറ ബി ദിമഷ്ക്, ഡമസ്കസിൽ അദ്ദേഹം എന്തായി? സ്ഥിരതാമസമാക്കി എന്നുള്ളതാണ് അല്ലെ. താരീഖ് ദിമഷ്ക് ആരുടെ രചനയാണ്? താരീഖ് ദിമഷ്ക് മൻ അല്ലഫ താരീഖ് ദിമഷ്ക്? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അറിയുന്നവര് പെട്ടെന്ന്. താരീഖ് ദിമഷ്ക് ലഹു അൽ കിതാബ് അൽ മഷ്ഹൂർ ഫി നഹ്വ് ബിസ്മു അൽഫിയ. അൽഫിയ എന്ന പേരിൽ വിഖ്യാതമായ രചന ഉണ്ടാർക്ക്? ഇബ്നു മാലിക്കിന്. ഉസ്മാലിയും അൽഫിയത്ത് ബിൻ മാലിക് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അൽഫിയത്ത് ബിൻ മാലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തുടക്കം എങ്ങനെയാണ്? ഖാല മുഹമ്മദുൻ ഹുവ ബനു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറൽ മാലികി. അൽഫിയ എന്ന് പറയുന്ന 1000 ബൈത്തുകളുള്ള രചന എന്ന നിലക്കാണ് അൽഫിയത്ത് ബിൻ മാലിക് എന്ന പേരിലാണ് അത് വിഖ്യാതമായിട്ടുള്ളത്. ഓക്കെ, ഇബ്നു മാലിക് ത്വാഇ എന്നാണ് ഇതിന്റെ ഇത് ഓർത്തു വെക്കുക. ഇനി അൽ മസ്ഊദിയെ കുറിച്ചാണ്. 283 ഹിജ്റയിൽ ജനിച്ച് 346 മരണപ്പെട്ട ആൾ കൂടിയാണ് മസ്ഊദി. അബുൽ ഹസൻ അലി ഇബ്നു ഹുസൈൻ അൽ മസ്ഊദി എന്നാണ് പേര്. ലുഖിബ ബി ഹെറോഡോട്ടസ് അൽ അറബ്, ഹെറോഡോട്ടസ് അൽ അറബ് എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് അലി മസ്ഊദി. 1-2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സെറ്റിനും PSCക്കും മുമ്പൊക്കെ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണത്. ഓക്കെ, ഹെറോഡോട്ടസ് അൽ അറബ് എന്നറിയപ്പെടുന്ന ആരാണ്? മസ്ഊദിയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വലുദ ഫി ബഗ്ദാദ് ബഗ്ദാദ് വതുവഫിയ ഫിൽ ഖാഹിറ. വിഖ്യാതമായ ബഗ്ദാദ് പട്ടണത്തിലാണ് ജനനം. മരണപ്പെടുന്നത് കൈറോയിലാണ്, ഈജിപ്തിലെ കൈറോയിലാണ് മരണപ്പെടുന്നത്. ഹുവ റായിദു നദരിയത്തുൽ ഇൻഹിറാഫുൽ വറാസി എന്നുള്ള എന്താണ് തിയറി അവതരിപ്പിച്ച ആൾ കൂടിയാണ്. ഓക്കെ, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു യാത്രികൻ കൂടിയാണ്. ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ധാരാളം സംഭവങ്ങൾ ഇന്ത്യയിലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലേക്ക് മസ്ഊദിയുടെ രചനകളിൽ നിന്നുള്ള ഉദ്ധരണികൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് മുറൂജു സഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ളത്. മുറൂജു സഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ള
വളരെ ഇമ്പോർട്ടന്റ് ആയ രചനയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മസ്ഊദിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത്. ഒന്ന് ഹെറോട്ടോട്ടസ് അൽ അറബാണ്, അതുപോലെ മൊറൂദ് സഹബ് മആദിൽ ജൗഹർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട രചനയാണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇനി യാഖൂത്തുൽ ഹമവിയെ കുറിച്ചാണ്. യാഖൂത്തുൽ ഹമവി എന്ന് പറയുന്നത് 574 ജനിച്ച് 626 അദ്ദേഹം ഉണ്ടാവുന്നത്, മരണപ്പെടുന്നത്. ഷിഹാബുദ്ദീൻ അബു അബ്ദില്ല യാഖൂത്തുൽ ഹമവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷിഹാബുദ്ദീൻ അബു അബ്ദില്ല യാഖൂത്തുൽ ഹമവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിൻ അസ്ലി റൂമാണ് അദ്ദേഹത്തിന്റെ അസ്ൽ. വലുത ഫി അനാവൂൽ വതുവഫിയ ഫി ഹലബ്, അനറ്റോളിയയിലാണ് അദ്ദേഹം ജനിച്ചത്. മരണപ്പെട്ടത് എവിടെയാണ്? ഹലബിലാണ്, അലപ്പോയിലാണ്. ഓക്കെ, മിൻ മുഅല്ലഫാത്തി അദ്ദേഹത്തിന്റെ രചനയാണ് മുഅ്ജമുൽ ഉദബാ, മുഅ്ജമുൽ ബുൽദാൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനയാണ് കേട്ടോ. മുഅ്ജമുൽ ഉദബാഉം മുഅ്ജമുൽ ബുൽദാനും ഇമ്പോർട്ടന്റ് ആണ്, രണ്ട് പുസ്തകങ്ങളും. മുഅ്ജമുൽ ഉദബാ, മുഅ്ജമുൽ ബുൽദാൻ, ഇതിന്റെയൊക്കെ രചയിതാവാരാണ്? യാഖൂത്തുൽ ഹമവിയാണ്. യാഖൂത്തുൽ ഹമവി, ഷിഹാബുദ്ദീൻ അബു അബ്ദില്ല യാഖൂത്തുൽ ഹമവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബ്നു ഖൽദൂനെ കുറിച്ചാണ്, അല്ലെ? ലോകത്തെ അറിയപ്പെട്ട സോഷ്യോളജിസ്റ്റും ചരിത്രകാരനും ഒക്കെയാണ് ഇബ്നു ഖൽദൂൻ. AD 1332 ജനിച്ച് 1406 ആര് മരണപ്പെടുന്നത്? ഇബ്നു ഖൽദൂൻ മരണപ്പെടുന്നത്. വുലിദ ഫി തൂനിസ്, ടുണീഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. വതഖറജ മിൻ ജാമിഅത്ത് സൈതൂനിയ, ടുണീഷ്യയിലെ സൈതൂനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടുന്നത്. യഅദ് ഇബ്നു ഖൽദൂൻ മുഅസ്സിസ് ഫന്നൽ ഇജ്തിമാ, സോഷ്യോളജിയുടെ മുഅസ്സിസ് ആയിട്ട് അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ആര്? ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രചനയാണ് കിതാബുൽ ഇബർ വദീവാൻ അൽ മുബ്തദി വൽ ഖബർ ഫി അയ്യാം അൽ അറബി വൽ അജ്മി വൽ ബർബർ മൻ ആസറഹും മിൻ ദബി സുൽത്താൻ അൽ അക്ബർ. ഇതാണ് ആ പുസ്തകത്തിന്റെ യഥാർത്ഥ പേര്. ഈ പുസ്തകത്തിന് എഴുതിയ ആമുഖമാണ് പിന്നീട് എന്തായത്? മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഫഹദൽ കിതാബി മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, ഈ ഗ്രന്ഥത്തിന് എഴുതിയ ഒരു മുഖദ്ദിമ, നിങ്ങൾ ആലോചിച്ച ഒരു പുസ്തകത്തിന് എഴുതിയ ആമുഖം, മുഖദ്ദിമ എന്താവുന്നു? ലോകത്ത് വിഖ്യാതമായി മാറുന്നു എന്നുള്ളതാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്ന പേരിൽ പിന്നീട് എന്തായിട്ട് അറിയപ്പെട്ടു എന്നുള്ളത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത് ഓർത്തു വെക്കുക. കിതാബുൽ ഇബർ വദീവാൻ അൽ മുബ്തദി വൽ ഖബർ, അതിന്റെ മുഖദ്ദിമയാണ് പിന്നീട് വിഖ്യാതമായ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്നുള്ളത്. ഇനി നമ്മൾ പറയുന്ന അബൂ മൻസൂർ സഅലവിയെ കുറിച്ചാണ്. 350 ഹിജ്റയിൽ ജനിച്ച് 429 മരണപ്പെടുന്നത്. ഒറ്റ കാര്യം ഓർത്താൽ മതി അദ്ദേഹത്തിന്റെ ഈ പുസ്തകം, അതാണ് ചോദിക്കാറുള്ളതും. യതീമിയത്തുദ് ദഹർ ഫി മഹാസിനി അഹ്ലിൽ അസ്ർ, യതീമിയത്തുദ് ദഹർ എന്നാണ് ഓപ്ഷനിൽ വരിക. ഓക്കെ, അബൂ മൻസൂർ സഅലവി എന്നാണ് ഇവിടെ രചനയാണ്. യതീമിയത്തുദ് ദഹർ ഫി മഹാസിനി അഹ്ലിൽ അസ്ർ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഇബ്നു ഖല്ലിഖാനാണ്. ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. മനഹുൽ മഅറൂഫ് ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ്, സുറാൻ അജിബ്നി സുറാൻ. ഈ അബ്ദുൽ ഹൈ അൽ ഹസനിയാണ് എന്താകുന്നത്? ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അബ്ദുൽ ഹൈ അൽ ഹസനി നുസഖ് അൽ ഖവാത്തിർ എഴുതുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത് കാണാം. ഇബ്നു ഖല്ലിഖാന്റെ രചനകൾ ഒക്കെയാണ് അദ്ദേഹത്തിന് എന്തായിട്ടുള്ളത്? പ്രചോദിതമായിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം എന്താകുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. ഏതായാലും അബുൽ അബ്ബാസ് ഷംസുദ്ദീൻ ഇബ്നു ഖല്ലിഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വലിദ ഫി ഇർബൽ ബി ഇറാഖ്, ഇറാഖിലെ ഇർബലിലാണ് ജനനം 608 ഹിജ്റയിൽ. വമാത ബി ദിമഷ്ക് ഫി സൂരിയ, സിറിയയിലെ ഡമസ്കസിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വല്ലാഹുൽ മലിക്കുൽ ലാഹിർ ഖുലാത്ത് ഷാം, ലാഹിർ രാജാവ് അദ്ദേഹത്തെ ഷാമിന്റെ ഖാദിയാക്കി ഏൽപ്പിച്ചിരുന്നു. വഅസല ബഅദ 20 സന, 20 വർഷത്തിന് അദ്ദേഹം ഇത് രാജിവെച്ചു. സാഹിബ് കിതാബ് വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ എന്നാണ്. ഇവിടെ പേര് തെറ്റാണ് കേട്ടോ, പേര് ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ എന്നുള്ളതാണ് ഇവിടെ തെറ്റാണ്. നോട്ട്സ് അയക്കുമ്പോൾ ക്ലിയർ ചെയ്ത് അയക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ എന്നുള്ളതാണ് പേര്. ഓക്കെ, വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ, 800-ലധികം വരുന്ന ആളുകളുടെ പറ്റിയും അവരുടെ രചനകളെ പറ്റിയൊക്കെ പരിചയപ്പെടുന്ന വളരെ ബൃഹത്തായ രചനയാണ് ഈ ഗ്രന്ഥം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഇബ്നുൽ ഹൈസമിനെ കൂടി പറയാണ്. ഇബ്നുൽ ഹൈസം നമുക്കറിയാം അല്ലെ? ഇബ്നുൽ ഹൈസം പ്രസിദ്ധിയാർജിച്ചത് ഏത് മേഖലയിലാണ്? ഇബ്നുൽ ഹൈസം ഏത് മേഖലയിലാണ് വിഖ്യാതനായത്? പ്രകാശത്തിന്റെ തീരവുമായി ബന്ധപ്പെട്ടല്ലേ? അബുൽ ഹസൻ ഇബ്നു ഹൈസം, അബു അലി അൽ ഹസൻ ഇബ്നു ഹൈസം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവ്വൽ മൻ ശറഹൽ ഐൻ തശ്രീഹൻ കാമിലൻ, കണ്ണിനെ പൂർണ്ണമായി വ്യാഖ്യാനിച്ച് അതിന്റെ വിവിധ ഭാഗങ്ങളെ കൂടി വിശദീകരിച്ച ആദ്യത്തെ ആൾ കൂടിയാണ് ഇബ്നുൽ ഹൈസം. അവ്വൽ മൻ ദറസ തഅ്സീറാത്തുൽ അവാമിൽ നഫ്സിയ്യ ലിൽ ഇബ്സാർ, കാഴ്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചൊക്കെ വളരെ ദീർഘമായി പഠനം നടത്തിയ ആൾ കൂടിയാണ് ഇബ്നു ഹൈസം എന്ന് പറയുന്നത്. ഇൽമുൽ മനാദിറിന്റെ സ്ഥാപകൻ കൂടിയാണ് ഇബ്നുൽ ഹൈസം. അഷ്ഹറു അമാലിഹി അൽ മനാദിർ എന്നാണ് അദ്ദേഹത്തിന്റെ രചനയും, വളരെ വിഖ്യാതമായ രചനയും എന്ന് പറയുന്നത്. ഓക്കെ,
ഇറ്റ്സ് ക്ലിയർ. ഓർത്തു വെക്കുക, ഇൽമുൽ മനാളിറിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ രചനയുടെ പേരും എന്താണ്? ഇൽമുൽ മനാളിർ എന്നുള്ളതാണ്. ഓക്കെ, കണ്ണിനെ കുറിച്ച് വിഖ്യാതമായി അതിന്റെ ഓരോ പാർട്സുകളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ആൾ കൂടിയാണ് ഇബ്നുൽ ഹൈസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഖവാരിസ്മിയെ കുറിച്ചാണ്. മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി. മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി, അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യുഅ്തബറു അവൈൽ ഉലമാഇ ദിയാലിയാത്ത് മുസ്ലിമീൻ. യുഅ്തബറു അവൽ അവൈൽ ഉലമാഇ ദിയാലിയാത്ത് മുസ്ലിമീൻ എന്നുള്ളതാണ്. വലിദ വമാത ഫി ബഗ്ദാദ്. ജനിച്ചത് മരിച്ചതുമൊക്കെ എവിടെയാണ്? ബഗ്ദാദിലാണ്. യുഅ്തബറു അവ്വല മൻ ഇബ്തകറ ഇൽമുൽ ജിബ്ര. അൽ ജിബ്ര അല്ലെ, അത് ആദ്യമായി അവതരിപ്പിക്കുകയും ലോകത്ത് പ്രശസ്തി പ്രചരിപ്പിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് ആര്? ഖവാരിസ്മി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് കിതാബുൽ മുഖ്തസർ ഫി ഹിസാബിൽ ജബ്രി വൽ മുഖാബില എന്ന് പറയുന്നത്. കിതാബുൽ മുഖ്തസർ ഫി ഹിസാബിൽ ജബർ വൽ മുഖാബില എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു എക്സാമിന് ഇദ്ദേഹത്തിന്റെ പേര്, ഒറിജിനൽ പേര് ചോദിച്ചിട്ടുണ്ട് PSC തന്നെ. ഓക്കെ, അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്നാണ് പേര് കേട്ടോ. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്നാണ് പേര്. അൽ ജിബ്രയുടെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് കിതാബുൽ മുഖ്തസർ ഫി ഹിസാബിൽ ജിബർ വൽ മുഖാബില എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, സുൽ ബൈനൽ ഖാനാത്തി സഹിഹ. പെട്ടെന്ന് ആൻസർ പറയണം. അൽ മസ്ഊദി ജാലൂൻ യൂസുൽ അറബ് അൽ ഹാവി. അൽ മസ്ഊദി ബുസ്തൂരി മഗ്രിബ് റിസാലത്തുൽ ഹസനിയ. അൽ മസ്ഊദി ഹെറോഡോട്ടസ് അൽ അറബ് മുറൂജ് الذهب ومعادن الجوهر. المسعودي حالة العرب مروج الذهب ومعادن الجوهر. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, മനഹു സാഹിബ് കിതാബ് മുറൂജ് الذهب ومعادن الجوهر. ആരാണ്? മസ്ഊദിയാണ്. ടൈമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അൽ മുഅ്ജമുൽ ഉദബാ കിതാബുൻ അല്ലഫഹു. മുഅ്ജമുൽ ഉദബാ ആരുടെ രചനയാണ്? മുഅ്ജമുൽ ഉദബാ യാഖൂത്തുൽ ഹമവിയുടെ രചനയാണ് മുഅ്ജമുൽ ഉദബാ എന്ന് പറയുന്നത്. കിതാബുൽ ഇബർ വദീവാൻ മുഖ്തദിം അൽ ഖബർ ഫി അയ്യാം അൽ അറബ് വൽ അജം വൽ ബർബർ വമൻ ആശറഹും ബിൽ സുൽത്താൻ അൽ അക്ബർ. هذا الكتاب معروف باسم മുഖദ്ദിമത്ത് ബിൻ ഖൽദൂൻ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഓക്കെ, ഇസ്മ ബിൻ ഹൈസം സാഹിബ് കിതാബുൽ മനാളിർ. അൽ ഹസൻ ബിൻ ഹൈസം, ഉമർ ബിൻ ഹൈസം, അലി ബിൻ ഹൈസം, ഇബ്രാഹിം ബിൻ ഹൈസം. അൽ ഹസൻ ബിൻ ഹൈസമാണ് കേട്ടോ. ഹസൻ ബിൻ ഹൈസമാണ് ഇബ്ൻ ഹൈസമിന്റെ യഥാർത്ഥ പേര്. من أهم كتاب الخوارزمي كتاب المناظر كتاب البصار العبارة والتعبير الجبر والمقابل. الجبر والمقابل يعني لا. عبد الله المقفى كاتب وأديب في العصر الأموي، عصر الحديث، عصر العباسي، عصر الإسلامي. عصر العباسي لا أموي العباسي لا يجيب شوية على عبد الله المقفى. كان أستاذ أسفره يلقى دروسه على العالم العربي بأسره من مؤلفاته البيان والتبيين. കാലഘട്ടത്തിന്റെ അധ്യാപകനാണ് അദ്ദേഹം. യുലഖി ദുറൂസഹു അൽ ആലം അൽ അറബി ബി അസ്രി. അറബ് ലോകത്തിന് മുഴുവനാണ് അദ്ദേഹം അധ്യാപനം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ രചനയാണ് അൽ ബയാൻ വത്തബീൻ. ആരാണ്? ജാഹിദാണ് അല്ലേ? ജാഹിദാണ് അല്ലേ? കാന ഹയാത്തുഹു മിൻ കുത്തുബിൻ ഇലാ കുത്തുബിൻ ഹത്താ ദുഫിന തഹ്തൽ കുത്തുബ് എന്നാണ്. ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗ്രന്ഥങ്ങളിലേക്ക് പ്രയാണം ചെയ്ത് ഗ്രന്ഥങ്ങൾക്കിടയിൽ മറവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണം വരിച്ച വിഖ്യാതനായ ആളാണ് ആര്? ജാഹിൽ എന്ന് പറയുന്നത്. ഓക്കെ, റസായിലിൽ ഒരു മൂന്നാളുകളിൽ കൂടി നമുക്ക് പരിചയപ്പെടാണ്ട്. റസായിൽ എന്ന് പറയുന്നത് ഫന്നുൻ നസ്രിയുൻ ജമീലുൻ യുൽഹിറു മുഖദ്ദറത്തുൽ കാത്തിബ് വമൗഹിബതുഹു അൽ കിതാബിയ വറഅതു അസാലിബിഹി അൽ ബയാനിയ വൽ ഖദിയ. നിങ്ങൾ ഉമവി ചരിത്രം പഠിച്ച സമയത്ത് അബ്ദുൽ ഹമീദ് അൽ കാത്തിബിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹമാണ് റസായിലിന്റെ ഒരു തുടക്കമായിട്ട് അദ്ദേഹത്തിന് പറയുന്നത് അല്ലേ? കുത്തിബത്തുൽ റസായിൽ ബി അബ്ദുൽ ഹമീദ് വഖുത്തിമത് ബി ഇബ്ൻ അൽ അമീദ് എന്നാണ്. ബുദിയത്തുൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ് വഖുത്തിമത് ബി ഇബ്ൻ അൽ അമീദ് എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ്? യതീമിയത്തു ദഹർ സഅലബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് കേട്ടോ. ബുദിഅത്ത് അൽ കിതാബ ബി അബ്ദുൽ ഹമീദ് വഖുത്തിമത് ബി ഇബ്ൻ അൽ അമീദ് എന്നുള്ളതാണ്. ഓക്കെ, യുഖസ്സിമു മുഅരിഖ് അൽ അദബ് അൽ കുത്താബ ഫി അസ്ർ അൽ അബ്ബാസി ഇലാ 4 തബഖാത്തിൽ. 4 തബഖകളായിട്ടാണ് അബ്ബാസിയ കാലഘട്ടത്തിലെ എഴുത്തുകാരെ തരംതിരിക്കുന്നത്. തബഖത്തുൽ ഊല ഇബ്ൻ അൽ മുഖഫ ആണ്. തബഖ അസ്സാനിയ ജാഹിൽ ആണ്. തബഖ അസ്സാലിസ ഇബ്ൻ അൽ അമീദ്. തബഖ അർറാബിയ ഖാലി അൽ ഫാദിൽ. ഓക്കെ, ഇബ്ൻ അൽ മുഖഫ 1ാം തബഖ, ജാഹിൽ 2ാം തബഖ, ഇബ്ൻ അൽ അമീദ് 3ാം തബഖ, ഖാലി അൽ ഫാദിൽ 4ാം തബഖ. ആദ്യമായി നമ്മൾ പറയുന്നത് അബ്ദുല്ലാഹി മുഖഫയെ കുറിച്ചാണ്. അബ്ദുല്ലാഹി മുഖഫ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഖലീല വദിമ്നയാണെന്ന്. ഓക്കെ, അബ്ദുല്ലാഹി മുഖഫ ഹിജ്റ 106 ജനിച്ച് 142 മരണപ്പെടുന്നത്. അബു മുഹമ്മദ് അബ്ദുല്ലാഹി മുഖഫ വകാന ഇസ്മുഹു ഇൻദ വിലാദതി റൗസബത്ത് ബിൻ ദാദവൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. റൗസബത്ത് ബിൻ ദാദവൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മജൂസിയായിരുന്നു, തീയാരാധകനായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് അബ്ദുല്ലാഹി മുഖഫ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്.
അറബിയുൻ ഫാരിസിയൻ, അദ്ദേഹം അറബ് പേർഷ്യനാണ്. വകാന മജൂസിയൻ അല മദ്ഹബി മാൻവിയ, മജൂസിയാണ് നാം സൂചിപ്പിച്ചു. ولد في قرية ജൗർ ബിഫാരിസ് ഫിൽ ഖർൻ الثاني للهجرة, ഇതിന്റെ 2-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ ജൗർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലുഖിബ വാലിദുഹു ബിൽ മുഖഫ, അദ്ദേഹത്തിന്റെ പിതാവിനെ മുഖഫ എന്നാണ് പേര് വെച്ചത്. അന്നഹു തുഹിമ ബിസറഖതി അംവാലിൽ മുസ്ലിമീന ഫി അയ്യാം ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൈ എന്തായിരുന്നു, ഛേദിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഭരണകാലഘട്ടത്തിൽ അവിടെ സക്കാത്തിന്റെ വിഹിതം പിരിക്കുന്ന, ടാക്സ് ഒക്കെ പിരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനെതിരെ എന്തായി, സാമ്പത്തിക അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ എന്തായി, ഛേദിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇത് മുഖഫ എന്നുള്ള പേര് പിതാവിന് എന്താ ലഖബ് ലഭിക്കുന്നത്. ആ മുഖഫയുടെ പുത്രനാണ് അബ്ദുല്ലാഹിബിൻ മുഖഫ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അത് അസ്ലം അലാ യദി ഈസബിൻ അലി, ഈസബിൻ അലിയുടെ കരങ്ങളാലാണ്. അബുൽ അബ്ബാസ് സഫാഹിന്റെ അമ്മാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണ്, ഈസബിൻ അലി. അദ്ദേഹത്തിന്റെ കരങ്ങളാലാണ് അബ്ദുൽ മുഖഫ എന്താണത് ഇസ്ലാം സ്വീകരിക്കുന്നത്, ഈസബിൻ അലിയുടെ കരങ്ങളാണ്. ഹുവ ഇമാം അത്ബഖത്തുൽ ഊലാ മിനൽ കുത്താബിൽ അസ്വർ അൽ അബ്ബാസി, നമ്മൾ പറഞ്ഞു. ഖുത്ല ബിയദി വാലി അൽ ബസ്റ ഫി അയ്യാം ജഅഫർ അൽ മൻസൂർ, അബൂ ജഅഫർ അൽ മൻസൂറിന്റെ കാലഘട്ടത്തിൽ ബസ്റയിലെ ഗവർണറുടെ കരങ്ങളാലാണ് ഇദ്ദേഹം എന്താവുന്നത്, കൊല ചെയ്യപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനകളാണ് കലീല വദിന്ന എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കഥയാണ്, സംസ്കൃതമാണ് അതിന്റെ ഒറിജിൻ. അതിനെ അദ്ദേഹം എന്തായി പിന്നെ, അതായത് ബൈദബ എന്ന രാജാവും ദബ്ലഷ്യം രാജാവും ബൈദബ എന്ന ഫിലോസഫറും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അത് മൃഗങ്ങളുടെയും മറ്റും രൂപത്തിലുള്ള കഥകളായിട്ട് അദ്ദേഹം എന്താവും പിന്നെ ദബ്ലഷ്യം രാജാവിന്റെ ചോദ്യങ്ങൾക്ക് ബൈദബ ഉത്തരം പറയും. അതിങ്ങനെ കഥയായി വികസിച്ചതാണ്. സംസ്കൃതമാണ് അതിന്റെ ഒറിജിൻ. പിന്നീട് എന്താക്കി അദ്ദേഹം അത് ടിബറ്റൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു. അവിടുന്ന് പേർഷ്യയുടെ പഴയ ഭാഷയായ ഫഹ്ലവിയിലേക്ക് അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തു. ആ ഫഹ്ലവിയിൽ നിന്നാണ് എന്തായത് പിന്നെ ഇദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു എന്നാണ്. 2021 PSC ചോദിച്ച LP UP എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഏത് ഭാഷയിൽ നിന്നാണ് കലീല വദിംന എന്തായത് അബ്ദുൽ മുഖഫ ട്രാൻസ്ലേഷൻ ചെയ്തത്? ഫഹ്ലവിയാണ് ഓപ്ഷൻ വന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട രചന അദബുൽ കബീർ എന്ന് പറയുന്നത്. അദബുൽ കബീർ എന്ന് പറയുന്നത് രാജാക്കന്മാർക്കും ഭരണാധികാരിക്കുമുള്ള ഉപദേശങ്ങളാണ്. മറ്റൊന്ന് അദബുൽ സഗീറാണ്. അത് മബാഹിസുൻ അഖ്ലാഖിയ, ധാർമ്മികമായ കാര്യങ്ങളെ പറയുന്ന രചനയാണ് അദബുൽ സഗീർ. മറ്റൊന്നാണ് അദ്ദുറത്തുൽ യതീമിയ എന്ന് പറയുന്നത്. യതീമിയത്തുൽ ദഹ്ർ സഅലബിക്കാണ്. ദുറത്തുൽ യതീമിയ ആർക്കാണ്? ഇബ്നുൽ മുഖഫയിനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. കലീല വദിംന, അദബുൽ കബീർ, അദബുൽ സഗീർ, അദ്ദുറത്തുൽ യതീമിയ. അദ്ദുറത്തുൽ യതീമിയ എന്ന് പറയുന്നതും അബ്ദുല്ലാഹിബ്നു മുഖഫഇന്റേതാണ് കേട്ടോ, അബ്ദുല്ലാഹിബ്നു മുഖഫഇന്റേതാണ്. ഇനി ജാഹിലാണ്. ഹിജറ 159 ജനിച്ച് 255 ജാഹിൽ മരണപ്പെടുന്നത്. അബു ഉസ്മാൻ അംർ ഇബ്നു ബഹർ അൽ കിനാനി അൽ ബസ്വരി എന്നാണ്. ജനിച്ചതും മരിച്ചതും ഒക്കെ എവിടെയാണ്? ബസ്വറയിലാണ് എന്നുള്ളതാണ്. അബു ഉസ്മാൻ അംർ ഇബ്നു ബഹർ അൽ കിനാനി എന്നുള്ളതാണ്. കലിമത്ത് ജാഹിൽ മഅനാഹു ബുറൂസുൽ ഐനൈൻ ലിഅന്ന ഫി ഐനൈഹി ജഹ്ലുൻ എന്നാണ്. കണ്ണിൽ എന്താണ്? ഒരു തുടിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്, തടിപ്പ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാഹിൽ അൽ ഐനൈൻ എന്ന് വിശേഷിപ്പിച്ചത്. വളരെ വിരൂപിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ടിട്ട് മുത്തവക്കിൽ എന്താകുന്നുണ്ട്, തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ രാജകൊട്ടാരത്തിൽ എത്തിയപ്പോ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്തായി, മുത്തവക്കിൽ അരോചകമായി ഫീൽ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 10,000 ദിർഹം നഷ്ടപരിഹാരം കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നുണ്ട് മുത്തവക്കിൽ. ധാരാളം സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഏതായാലും ഖീല ഫി അഖ്ബാരിഹി ഇന്നഹു ബൈഅ അൽ ഖുബ്ദ വസ്സമക്, ബസ്വറയിലെ മർബദ് അങ്ങാടിയിൽ, ബസ്വറയിലെ അങ്ങാടിയിൽ എന്തായിട്ടുണ്ട്, ഈ മത്സ്യവും റൊട്ടിയും വിറ്റാണ് ഉപജീവനം കണ്ടെത്തിയിട്ടുള്ളതാണ്. വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജീവിച്ച് ബസ്വറയിലെ മാർക്കറ്റിൽ നിന്നാണ് റൊട്ടിയും മത്സ്യവും വിറ്റ് ഉപജീവനം കണ്ടെത്തി. ഒഴിവുവേളകളിൽ ബസ്വറ പള്ളിയിൽ നിന്നുള്ള ദർസിൽ പോയിരുന്ന് ഭാഷ പഠിച്ചു. പിന്നീട് സ്വയം വായിച്ച് അദ്ദേഹം എന്തായി, വലിയ പണ്ഡിതനായി മാറി, എഴുത്തുകാരനായി മാറി എന്നുള്ളതാണ്. താൻ പിന്നീട് അദ്ദേഹം തന്നെ ഒരു പുസ്തകശാലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ പുസ്തകശാലയിൽ തന്നെയായിരുന്നു ഒരു അപ്പാർത്തിരുന്നത്. രാത്രി സമയങ്ങളിലായിരുന്നു എന്തായിരുന്നു വായിക്കാനുള്ള അവസരമായി കണ്ടു. കാരണം സ്വന്തമായി പുസ്തകം വാങ്ങാൻ അദ്ദേഹത്തിന് എന്തായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ജാഹിദ് എന്തായത് ഉയർന്നു വന്നത് എന്ന് കാണാൻ കഴിയും. ലഖബഹു ഷഹീദുൽ കുത്തുബ് എന്നാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് 75-ാം വയസ്സിൽ തളർവാദം പിടിപെട്ടു. അങ്ങനെ കിടപ്പിലായിട്ടും അദ്ദേഹം എന്തായിരുന്നു, സ്വന്തം വീട്ടിൽ പുസ്തകങ്ങളൊക്കെ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ പുസ്തകത്തിന്റെ ഷെൽഫ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീണിട്ടാണ് അദ്ദേഹം എന്താവുന്നത്, മരണപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കാന ഹയാത്തുഹു മിൻ കുത്തുബിൻ ഇലാ കുത്തുബിൻ ഹത്താ ദുഫിന തഹ്തൽ കുത്തുബ് എന്നാണ്. ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗ്രന്ഥങ്ങളിലേക്ക്, അവസാനം ഗ്രന്ഥങ്ങൾ കീഴിൽ എന്തായി ദഫൻ ചെയ്യപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ജാഹിൽ എന്ന് പറയുന്നത്. വിഖ്യാതമായ 300-ലധികം രചനകൾ ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ കിതാബുൽ ഹൈവാൻ എന്ന് പറയുന്നത് 8 ഭാഗങ്ങളാണ് അതിനുള്ളത് കേട്ടോ. കിതാബുൽ ഹൈവാൻ എന്ന് പറയുന്നത് അദ്ദേഹം സമർപ്പിക്കുന്നത് വസീർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ സിയാദിനാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ സിയാദിനാണ്.
ഓക്കെ, കിതാബുൽ അരിസ്റ്റോഹു അൽ മസ്തർ അൽ മുഹിം ലി കിതാബി, കിതാബുൽ ഹൈവാൻ എന്നൊക്കെ പറയുന്നത് കാലഘട്ടത്തിൽ അറബിയിൽ എന്തായിട്ടില്ല ഇത്തരം ഒരു രചന തന്നെ നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു രചന നിർവഹിക്കാൻ ജാഹിൽ ഉണ്ടാവുന്നത്, മുന്നോട്ട് വരുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധേയമാണ്. അതുപോലെ മറ്റൊന്നാണ് കിതാബുൽ ബുഖലാ അല്ലെങ്കിൽ അൽ ഹാസിദ് വൽ മഹ്സൂദ് എന്ന പേരിൽ രസകരമായ കുറെ കഥകൾ പറയുന്നതാണ് കിതാബുൽ ബുഖലാ എന്ന് പറയുന്നത്. മറ്റൊന്ന് അൽ ബയാൻ വത്തബീൻ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയാണ് അൽ ബയാൻ വത്തബീൻ എന്ന. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ രചന നിർവഹിക്കുന്നത്. ഓക്കെ, هو مصدر من مصادر التاريخ يعد ابن خلدون في اصول علم الادب الاربع. ഉസൂൽ ഇൽമുൽ അദബുൽ അർബ എന്ന് പറഞ്ഞ പേരിൽ ഇബ്നു ഖൽദൂൻ 4 ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബ, അൽ ബയാൻ വത്തബീൻ ലിൽ ജാഹിൽ, അതുപോലെ എന്താണ് പിന്നെ അൽ കാമിൽ ലിൽ മുബരിജ്, അതുപോലെ എന്താണ് അന്നവാദിർ അബി അലി. ഈ 4 ഗ്രന്ഥങ്ങളെയാണ് അറബി സാഹിത്യത്തിന്റെ അടിസ്ഥാനമായിട്ട് ഇബ്നു ഖൽദൂൻ എന്താണ് മുഖദ്ദിമയിൽ പരിചയപ്പെടുന്ന അദബുൽ അർക്കാൻ അൽ അർബ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന 4 ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന ഒന്നാണ് അൽ ബയാൻ വത്തബീൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു രചനകൾ അൽ മഹാസിൻ വൽ അൽദാദ്, റിസാലത്തുൻ ഫിൽ ഇശ്ഖ് വൻ നിസാ, കിതാബുത് താജ് ഫി അഖ്ലാഖിൽ മുലൂക്, റിസാലത്തുൻ ഫിൽ ഖറാജ് ഒക്കെ അതിൽ പെട്ടതാണ്. ഒന്ന് സ്പീഡാക്കാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ തീർക്കാൻ പോവാണ്. ഇബ്നുൽ അമീദ് ആണ് അടുത്ത ആള്. ഇബ്നുൽ അമീദ് അറിയപ്പെടുന്നത് ജാഹിൽ സാനി എന്ന പേരിലാണ്. വുലിദ ഫി ഖും പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജാഹിൽ സാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇമാം തബഖത്തു സാലിസ, 3ാം തബഖയിൽ, 1ാം തബഖ ഇബ്നുൽ മുഖഫൈ, 2 ജാഹിൽ, 3 ഇബ്നുൽ അമീദ് ആണ്. ജാഹിൽ സാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ജാഹിലിന്റെ ധാരാളം ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്ത ആൾ കൂടിയാണ് ഇബ്നുൽ അമീദ് എന്ന് പറയുന്നത്. ഇമാം തബഖത്തു സാലിസ. സുന്നി അൽ ഉസ്താദ്, അൽ ഉസ്താദ് എന്ന പേരിലും അദ്ദേഹം വിളിക്കപ്പെടാറുണ്ട്. കാരണം ഇബ്നുൽ അമീദ് വസീർ റുക്നുദ്ദൗല, റുക്നുദ്ദൗലയുടെ മന്ത്രി കൂടിയായിരുന്നു ആര്, ഇബ്നുൽ അമീദ് പറയുന്നു. സാലബി പറയുന്നുണ്ട് ബുദിഅത്തുൽ കിതാബ് ബി അബ്ദുൽ ഹമീദ് വഖുതിമത് ബി ഇബ്നുൽ അമീദ് എന്നാണ്. അല്ലെ, ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ബുദിഅത്തുൽ കിതാബത്ത് ബി അബ്ദുൽ ഹമീദ് വഖുതിമത് ബി ഇബ്നുൽ അമീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കിതാബിഹി യതീമത്തു ദഹ്റിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ രചനയാണ് ബിനാ ഉൽ മുദ്ദൻ എന്ന് പറയുന്ന ഒരു രചന അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. ബിനാ ഉൽ മുദ്ദൻ എന്നുള്ള രചന അദ്ദേഹത്തിനുണ്ട്. ഓക്കെ അല്ലെ, ജാഹിൽ സാനി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇബ്നുൽ അമീദ്. ജാഹിൽ സാനി ഇമാം തബഖത്തു സാലിസയാണ്. ഉസ്താദ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സാഹിബിൻ അബ്ബാദ് അബുൽ ഖാസിം ഇസ്മായിൽ ബിൻ അബ്ബാദ് എന്നാണ് പേര്. സാഹിബിൻ അബ്ബാദ്, സാഹിബ് എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ്, ഇബ്നുൽ അമീദിന്റെ കൂടെ സഹവസിച്ചത് കൊണ്ടാണ് സാഹിബിൻ അബ്ബാദ് എന്ന് അസ്വാഹിബ് എന്ന് ഇദ്ദേഹത്തിന് പേര് ലഭിച്ചത്. മന്ത്രിമാരിൽ സാഹിബ് എന്നുള്ള സ്ഥാനപദവി സ്വീകരിച്ച ആദ്യത്തെ വ്യക്തിത്വം കൂടിയാണ് സാഹിബിൻ അബ്ബാദ്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകളൊക്കെ സാഹിബ് എന്നുള്ള പേരെന്തായിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വലഫി തൊല്ലിഖാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 326, മരണപ്പെടുന്നത് റിയ്യ് പട്ടണത്തിലാണ്. ഹിജ്റ 385. അത് കാരണം അദ്ബൽ അർബാമ ക്ലാസ്സിനോട് പറയാട്ടോ ഇൻഷാ അല്ലാഹ്. റിയ്യ് പട്ടണത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം വളരെ വിഖ്യാതനായ പണ്ഡിതനാണ്. അന്ന് ഇദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് റിയ്യ് പട്ടണം മുഴുവൻ ജനനിബിഡമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിച്ചുകൊണ്ട് ആളുകളൊക്കെ കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു ആ പണ്ഡിതന്റെ മരണത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, കാഫിൽ കുഫാത്ത് സാഹിബിൻ അബ്ബാദ് എന്നാണ് അറിയപ്പെടുന്നത്. റഖബാണ് അദ്ദേഹത്തിന്റെ കാഫിൽ കുഫാത്ത്. എല്ലാത്തിനും പോകുന്ന വ്യക്തിത്വമായിരുന്നു ആര്, ഇദ്ദേഹം സാഹിബിൻ അബ്ബാദ് എന്ന് പറയുന്നത്. ധാരാളം പുസ്തകങ്ങൾ സ്വന്തമായുള്ള അപാരമായ വായന ഉള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു സാഹിബിൻ അബ്ബാദ് എന്ന് കാണാൻ കഴിയും. സമ്മാ സാഹിബ് ബിസ്വഹ്ബത്ത് മഅ ഇബ്നു അമീദ്, ഇബ്നു അമീദുമായി സഹവസിച്ചത് കാരണമായിട്ടാണ് അദ്ദേഹത്തെ സ്വാഹിബ് എന്നുള്ള പേര് അറിയപ്പെടാൻ കാരണം. അവ്വൽ മൻ ലഖബ ബിസ്സാഹിബ് അൽ മുസ്റ, ഞാൻ സൂചിപ്പിച്ചു മന്ത്രിമാരിൽ നിന്ന് അസ്വാഹിബ് എന്നുള്ള പേര് ആദ്യമായി ലഖബ് ലഭിച്ച ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ രചനയാണ് കിതാബ് അൽ മുഹീത്ത് ഫിൽ ലുഗ, ഭാഷയിലുള്ള ഒരു രചനയാണ് അൽ മുഹീത്ത് എന്ന് പറയുന്നത്. അൽ മുഹീത്ത് എന്ന് പറയുന്ന രചന. ഖാദി ഫാദിൽ കൂടിയാണ് ഉള്ളത്. 526 ജനിച്ച് 596 മരണപ്പെട്ട ആളാണ് ആര്, അബു അലി അബ്ദുറഹീം അൽ ബൈസാനി എന്ന പേരിലുള്ള ഖാദി അൽ ഫാദിൽ എന്നറിയപ്പെടുന്ന ആള്. ഓക്കെ, ഖാദി അൽ ഫാദിൽ. ഇമാം തബഖത്തു റാബിഅ മിൻ അൽ കിതാബ് ഫിൽ അസ്ർ അൽ അബ്ബാസി, 4ാം തബഖയുടെ നായകനാണ്. 1ാമത്തേത് ബിൽ മുഖഫൈ ജാഹിൽ 2, ബിൽ അമീദ് 3, അർ-റാബിഅ ഖാദി അൽ ഫാദിലാണ്. വൽദ ഫി അസ്ഖലാൻ, ഫലസ്തീനിലെ അസ്ഖലാൻ പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ആരുടെ മന്ത്രിയായിരുന്നു, ഖാദി അൽ ഫാദിൽ? സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു അല്ലെ. കുരിശുപടയെ പരാജയപ്പെടുത്തി ഖുദ്സ് വിമോചിപ്പിച്ച വിഖ്യാത നായകൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം. ത്വരീഖത്തുൽ ഫാദിലി എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇൻഷാ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 100-ലധികം റിസാലകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. ഓക്കെ, അദ്ദേഹത്തിന്റെ തന്നെ രചനാ ശൈലിയാണ് ത്വരീഖത്തുൽ ഫാദിലിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ. കാനൽ വസീർ ലി സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയാണ്. സലാഹുദ്ദീൻ അയ്യൂബി തന്നെ പറയുന്നു, ലാ തظنوا അന്നി ഫതഹ്തുൽ ബിലാദ ബിൽ അസ്കർ ഇന്നമാ ഫതഹ്തുഹാ ബിഖലമിൽ ഖാലിൽ ഫാലിൽ. സൈനിക ശക്തി കൊണ്ടൊന്നല്ല ഞാൻ എന്തായത് രാജ്യങ്ങൾ പിടിച്ചടക്കിയത്, മറിച്ച് എന്താണ്, ഖാലി ഫാലിന്റെ പേന കൊണ്ടാണ് എന്ന് ആര് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്? സലാഹുദ്ദീൻ അയ്യൂബി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റിസാലകൾക്കുള്ള ഒരു പവർ, ശക്തി അത്രമേലുണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ലാ തظنوا അന്നി ഫതഹ്തുൽ ബിലാദ ബിൽ അസ്കർ. സൈനിക ശക്തി കൊണ്ടല്ല ഞാൻ എന്തായത് ദേശങ്ങൾ, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത്. ഇന്നമാ ഫതഹ്തുഹാ ബിഖലമി അൽ ഖാലിൽ ഫാലിൽ. ഖാലി ഫാലിന്റെ പേന കൊണ്ടാണ് എന്ന് ആര് പറയുന്നു? സലാഹുദ്ദീൻ അയ്യൂബി തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഒരു ചോദ്യം, ലൈസ മിൻ കുതുബിൽ ജാഹിൽ ബുഖലാ കിതാബ് ബയാൻ കിതാബുൽ ഹയവാൻ അൽ ഉംദ. ഉംദ ആരുടേതാണ്? ഇബ്നുൽ റഷീഖുൽ ഖൈറുവാനിയുടെ രചനയാണ് എന്നുള്ളതാണ്. അതുപോലെ ജാഹിൽ എന്താണ്? മുഅ്തസിലികളിൽപ്പെട്ട ഒരു ഇമാമാണ് കേട്ടോ. മുഅ്തസിലിയ എന്നൊരു മദ്ഹബ് തന്നെ എന്തായിട്ട്, ജാഹിലിയ എന്നൊരു മദ്ഹബ് തന്നെ മുഅ്തസിലിയയിൽ എന്തായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വിശാലമായ സുദീർഘമായ ഭാഗമാണ്, പിന്നീട് നമ്മൾ ചർച്ച ചെയ്യട്ടെ പറ്റുവാൻ ഇൻഷാ അല്ലാഹ്. ജാഹിദിന്റെ അല്ലാതെ കിതാബുൽ കാത്തിബ് ഇബ്നു ഖുതൈബയുടേതാണ്. മറ്റു 3 രചനകളും ജാഹിദിന്റേതാണ്. ബുഖാലായ ജാഹിലാണ്. ഓക്കെ. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. ഇതോടുകൂടി നമ്മൾ അബ്ബാസിയ കാലഘട്ടം കഴിഞ്ഞു. അർക്കാനുൽ അദബുൽ അർബഅ എന്ന് പറഞ്ഞത് ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ പറഞ്ഞത്, ഒന്ന് അൽ ബയാൻ വത്തബീൻ ലിൽ ജാഹിൽ, അൽ കാമിൽ ലിൽ മുബരിദ്, അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബ, അൻ-നവാദിർ ലി അബി അലി അൽ ഖാലി. ഓക്കെ. ഈ 4 ഗ്രന്ഥങ്ങളാണ് അർക്കാനുൽ അദബുൽ അർബഅ എന്ന് പറയുന്നത്. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ അബ്ബാസിയ കാലഘട്ടം ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം സ്പീഡാക്കണമെന്ന സമയം 2 മണിക്കൂറിനടുത്തായി. ഇത്രയൊക്കെ നിങ്ങളെയും ബോറടിപ്പിക്കും, എനിക്കും ബോറടിക്കും. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഗ്രൂപ്പിൽ ചർച്ച ചോദിച്ചാൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. വഫീക്കും ബിദ്ദുആ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അഹ്സനൽ ജസാ.